शांति ही शांति है, प्रकाश पुंज का ये भंडार। हम आत्माएं यही पे रहते, यही हमारा है संसार। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जान
बसेरा। ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। शिवबाबा का याद है। റിവൈസ് ഡേറ്റാണ് 10-12-1957. മുരളി ഡേറ്റ് 11-4-2021. ഇന്നത്തെ അവ്യക്ത മഹാവാക്യം. ഈ മഹാവാക്യത്തിൽ ബാബ വിശേഷമായും സംഗമയുഗത്തിൽ ഏത് വിധത്തിലാണ് രത്നാകരനായ സൗദാഗരനായിരിക്കുന്ന ബാബിയുമായിട്ട് ബ്രാഹ്മണരായിരിക്കുന്ന നമ്മൾ മക്കൾ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്, അഥവാ കച്ചവടം ഉറപ്പ് വരുത്തിയിരിക്കുന്നത്. കാരണം ബാബ എപ്പോഴും പറയാറുണ്ട്, ബ്രാഹ്മണ മക്കൾ സംഗമയുഗത്തിലും ബാദ്ഷാണ്, അതുപോലെ സത്യുഗത്തിലും ബാദ്ഷാണ്. പക്ഷെ സംഗമയുഗത്തിൽ എത്രമാത്രം നമ്മൾ ചക്രവർത്തികളായിരിക്കുന്നു. ബാദ്ഷാ എന്നതിൻ്റെ അർത്ഥം പണമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല ബാബ ഇന്നത്തെ മഹാവാക്യം പറഞ്ഞിരിക്കുന്നത്. സദാ സമാധാനത്തിലും സദാ സന്തുഷ്ടനുമായിരിക്കുന്നൊരവസ്ഥ, അതിൽ പ്രാപ്തമായവർക്ക് മാത്രമേ സത്യുഗത്തിലും ബാദ്ഷാ ആകാൻ പറ്റുകയുള്ളൂ. അതുപോലെ ബാബ ഇന്ന് നമ്മൾ കുട്ടികൾ എത്രമാത്രം ശ്രേഷ്ഠരാണ് ഈ ലോകത്തെ കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങളുടെ കച്ചവടം എത്രമാത്രം ശ്രേഷ്ഠമാണ്, നിങ്ങളുടെ സമ്പത്ത് എത്രമാത്രം ശ്രേഷ്ഠമാണ്. പക്ഷേ അത് ശ്രേഷ്ഠമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ബാബയുമായിട്ട് കച്ചവടം ഉറപ്പിക്കുക പറഞ്ഞാൽ കേവലം ബാബയുടെ ജ്ഞാനം കേൾക്കുക, അതോ യോഗം ചെയ്യുക എന്നതിൽ മാത്രമല്ല. ബാബ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങളുടെ കൂടെയാണ് നമ്മൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ഒരു ബിസിനസ് കരാർ ഉറപ്പിച്ചിരിക്കും. അതായത് ശരീരം, മനസ്സ്, ധനം, സംബന്ധം. ഈ 4 കാര്യങ്ങളുടെ ആധാരത്തിലാണ് ബാബയുമായിട്ട് കരാറ് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് വിധത്തിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഉറപ്പിക്കേണ്ടത്, ഏതിൻ്റെ ആധാരത്തിലാണ്, അഥവാ ഏത് വിധിയിൽ കൂടി നമ്മൾ ഈ ഒരു കച്ചവടം ഉറപ്പിക്കുമ്പോൾ മാത്രമാണ് ബാബ നൽകിയ വാഗ്ദാനം എൻ്റേതാക്കി മാറ്റാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ മുരളി വളരെയധികം ഡെപ്താണ്. അതിൻ്റെ ആധാരത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ മഹാവാക്യം നമ്മൾ കേൾക്കണം. കാരണം പ്രസൻറ്റ് സമയത്ത് ബാബയുടെ എന്തെല്ലാം മുരളി റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ, നമ്മൾ ഈ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടോ, ഇതെല്ലാം വളരെ, അതായത് ഫൈനൽ റിവിഷനാണ്. ഇനി നമ്മൾ കുട്ടിക്കളിയിൽ കളിച്ചുകൊണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ, അഥവാ ഇനിയും വർഷങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് 85 വർഷം ഇതാന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയി കിട്ടി, ഇനിയൊരു 10-15 വർഷം പോകാനാണ് പ്രയാസം. നമ്മൾ അതും കാത്തിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്തില്ല എങ്കിൽ പിന്നീട് നമുക്കതിനുള്ള അവസരം ഉണ്ടാവില്ല.
കേവലം നമ്മൾ പശ്ചാത്താപത്തിൻ്റെ കണ്ണീർ മാത്രം ഒഴുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഓരോ ബ്രാഹ്മണരായിരിക്കും നമ്മൾ കുട്ടികൾ ഇന്നത്തെ മഹാവാക്യത്തെ ബാബ എനിക്ക് പറഞ്ഞിരിക്കുന്ന ഓരോരോ ശബ്ദത്തെയും ഉൾക്കൊണ്ട് വേണം കേൾക്കാൻ വേണ്ടി. ഇന്നത്തെ മഹാവാക്യ വിഷയമാണ് തൻ മൻ ധൻ और संबंध का श्रेष्ठ सौदा. ശരീരം, മനസ്സ്, ധനം, സംബന്ധത്തിൻ്റെ ശ്രേഷ്ഠമായ കച്ചവടം അഥവാ കരാർ. आज सर्व खजानों के सागर रत्नागर बाप अपने बच्चों को देख मुस्कुरा रहे हैं. ഇന്ന് സർവ ഖജനാവുകളുടെയും സാഗരനും രത്നാകരനായ ബാബ തൻ്റെ മക്കളെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലായിരിക്കും? അതായത് സർവ ഖജാനോं के रत्नागर बाप के सौदागर बच्चे अर्थात सौदा करने वाले कौन है और किससे सौदा किया है. ബാബയ്ക്ക് അതിശയം അതോ പുഞ്ചിരിക്കുകയാണ്. അതായത് സർവ ഖജനാവുകളുടെ രത്നാകരനായ ബാബയുടെ സൗദാഗറായിരിക്കുന്ന അതോ കച്ചവടക്കാരായിരിക്കുന്ന മക്കൾ ആരോടൊപ്പമാണ് കച്ചവടം ഉറപ്പിച്ചത്, അഥവാ കച്ചവടം ഉറപ്പിച്ചവർ ആരാണ്? ഏത് വിധത്തിലുള്ള കുട്ടികളാണ് ബാബയുമായിട്ട് കച്ചവടം ചെയ്യുന്നത്? परमात्मा सौदा देने वाले और परमात्मा से सौदा करने वाली सूरतियाँ कितनी बोली है और सौदा कितना बड़ा किया. അപ്പോൾ കച്ചവടം ചെയ്യുന്നവനാരാണ്? പരമാത്മ സൗദയാണ്. പരമാത്മാവിൻ്റെ കരാർ അഥവാ കച്ചവടമാണ്. അതേ സമയത്ത് മക്കൾ ആരാണ് ഇവിടെ? പരമാത്മാവുമായിട്ട് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്ന ആ കുട്ടികൾ എത്രമാത്രം നിഷ്കളങ്കരാണ്. ബാബയോട് കച്ചവടം കരാർ ഉറപ്പിച്ചിരിക്കുന്നത് എത്ര വലിയ കച്ചവടമാണ്. ये इतना बड़ा सौदा करने वाले सौदागर आत्माएं हैं, ये दुनिया वालों की समझ में नहीं आ सकता. ഇത്രയും വലിയ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്ന ബിസിനസ്സുകാരായിരിക്കുന്ന ആത്മാക്കളാണെന്നുള്ളത് ലോകം നിങ്ങളെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള ശ്രേഷ്ഠ ബിസിനസ്സുകാരാണ് ഈ ആത്മാക്കൾ എന്നുള്ള തിരിച്ചറിവ് ലോകത്തിനില്ല. दुनिया वाले जिन आत्माओं को नाउम्मीद, अति गरीब समझ, असंभव समझ किनारे कर दिया कि ये कन्याएं माताएं परमपिता परमात्मा के प्राप्ति अधिकारी बनेंगे. ലോകത്തിലുള്ള ആത്മാക്കൾ ഏത് ആത്മാക്കളെ കുറിച്ചാണോ അവരിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതാക്കിയത്, അവരിൽ പ്രതീക്ഷയില്ലാത്തവരാക്കി മാറ്റിയത്, അവർ വളരെ ദരിദ്രരാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, കൂടാതെ ഏത് കാര്യത്തെയാണോ അസംഭവമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്, അതായത് പരമാത്മ പ്രാപ്തി നേടാൻ കഴിയില്ല എന്ന് അവർ കരുതിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഈ കന്യകമാരും അമ്മമാരും എങ്ങനെയാണ് പരമാത്മ പ്രാപ്തിയുടെ അധികാരികളാകാൻ പറ്റുക? അങ്ങനൊരു സംശയം, അങ്ങനൊരു ചോദ്യമാണ് അവരുടെ ഉള്ളിൽ. लेकिन बाबा ने पहले आत्माओं को कन्याओं को ही इतना बड़े से बड़ा सौदा करने वाले श्रेष्ठ आसामी बना दिया. 1936 ആ ഒരു കാലഘട്ടത്തിൽ ബാബ എന്താ ചെയ്തത്? ബാബ പറയണ ആദ്യം ഞാൻ അമ്മമാരെയും കന്യകമാരെയാണ് ഇത്രയും വലിയ ഈ കച്ചവടത്തിൻ്റെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാക്കി മാറ്റിയത്, ആസാമികളാക്കി മാറ്റിയത്. ज्ञान का कलश पहले माताओं कन्याओं के ऊपर रखा. ബാബ്ദാദ അപ്പോൾ തന്നെ ജ്ഞാനത്തിൻ്റെ കലശം അമ്മമാരിലും കന്യകമാരിലാണ് വെച്ചത്, അവരുടെ കൈകളിലാണത് ഏൽപ്പിച്ചിരിക്കുന്നത്. യജ്ഞമാത ജഗദംബ നിമിത്ത ഗരീബ് കന്യാക്കോ ബനായ. യജ്ഞാരംഭത്തിൽ ജഗന്മാതാവിനെ, അതായത് നിമിത്തമാക്കിയത് ജഗദംബയെ. ജഗദംബ എങ്ങനെയായിരുന്നു? കന്യകയായിരുന്നു. കന്യകാർത്ഥം ദരിദ്രയായിരുന്നു. माताओं के पास फिर भी अपना कुछ ना कुछ छिपी हुई प्रॉपर्टी रहती है.
അമ്മമാരെന്ന് പറയുമ്പോൾ അവരുടെ കൈവശം എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ച സമ്പത്തുണ്ടാകും. ലേക്കിൻ കന്യാ മാതാവോ സെ ഭി ഗരീബ് ഹോത്തി. എന്നാൽ കന്യക എന്ന് പറയുമ്പോൾ അമ്മമാരെക്കാളും അവർ ദരിദ്രരാണ്. അവരുടെ കൈകളിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. तो बाबा ने गरीब से गरीब को पहले सौदागर बनाया और सौदा कितना बड़ा किया. അതുകൊണ്ട് ബാബ ഫസ്റ്റ് എന്ത് ചെയ്തു? ദരിദ്രരിലും ദരിദ്രരായിരിക്കുന്ന ആ ഒരു മമ്മിയാണ് സൗദാഗറാക്കി മാറ്റിയത്, കച്ചവടക്കാരനായി കൂട്ടിയത്. അതും എത്ര ശ്രേഷ്ഠമായ കച്ചവടമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ജോ ഗരീബ് കുമാരി സെ ജഗത് മാതാ സോ ധൻ ദേവി ലക്ഷ്മി ബനാദി. ബാബ ആ കന്യകയെ എന്താക്കി മാറ്റി? ജഗൻ കുമാരിയിൽ നിന്നും, ദരിദ്ര കന്യകയിൽ നിന്നും ജഗദംബയാക്കി മാറ്റി. ജഗദംബയിൽ നിന്നും ധനദേവിയായ ശ്രീലക്ഷ്മിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ ഒരു യാത്ര നോക്കൂ, ആ ഒരു ഉയർച്ച നോക്കൂ. കന്യകയിൽ നിന്നും ജഗത് മാതാവും. എത്ര വയസ്സിൽ? 60-ാം വയസ്സിലെല്ലാം അമ്മ മാതാവായി ജഗത് മാതാ. 36, 37, 17-ാം വയസ്സിൽ ബാബയുടേതായി. അതോടെ തന്നെ ആ പ്രായത്തിൽ തന്നെ ജഗദംബ എന്നറിയപ്പെടുകയാണ് ചെയ്തത്. ആ വ്യക്തിത്വമാണ് പിന്നീട് എന്തായി മാറിയത്? ധനദേവിയായ ശ്രീലക്ഷ്മി. जो आज दिन तक भी बल कितने भी मल्टी मिलियनियर हो, लेकिन लक्ष्मी से धन ज़रूर मांगेंगे, पूजा ज़रूर करेंगे. എത്രമാത്രം ശ്രേഷ്ഠയായി മാറി ജഗത് മാത. ബാബ പറഞ്ഞു തരാണ്, ഇന്നും കൂടി ലോകത്തിൻ്റെ കണക്കിൽ എത്ര വലിയ കോടീശ്വരനായിരിക്കാം, മൾട്ടി മില്യനെയർ ആയിരിക്കാം, ധനത്തിന് വേണ്ടി ഇതേ ലക്ഷ്മിയുടെ മുന്നിൽ അവർ യാചിക്കാറുണ്ട്, അഥവാ ധനദേവിയുടെ പൂജ ചെയ്യാറുണ്ട്. രത്നാകർ ബാപ്പ് അപ്നെ സൗദാഗർ ബച്ചോं को देख हर्षित हो रहे. അതുകൊണ്ട് രത്നാകരനായ ബാബ തൻ്റെ കച്ചവടക്കാരായ ബിസിനസ്സുകാരായിരിക്കുന്ന ഈ മക്കളെ കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. एक जन्म का सौदा करने से अनेक जन्म सदा मालामाल भरपूर हो जाते. അതായത് കന്യകമാർ നിഷ്കളങ്കരായി ഒരു ജന്മത്തിൻ്റെ സൗദ, ഒരു ജന്മത്തിൻ്റെ കച്ചവടമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് അനേക ജന്മങ്ങളിലേക്ക് സദാ വളരെയധികം സമ്പത്തുള്ളവരായി മാറുക. और निमित सौदा करने वाला बल कितना भी बड़ा बिजनेसमैन हो, लेकिन वो सिर्फ धन का सौदा, वस्तु का सौदा करेगा. സാധാരണ ഒരു നിമിത്ത കച്ചവടക്കാരനായി അയാൾ ബിസിനസ്സുകാരനായിരിക്കുന്നു എന്ന് വിചാരിച്ചു. വലിയ ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷെ ബാബ പറയണ അവരുടെ കരാറൊക്കെ ധനത്തിന് വേണ്ടിയും അത് പല വസ്തുക്കളുടെ ആധാരത്തിലായിരിക്കും. ഏക് ഹി ബേഹദ് കാ ബാപ്പ് जो धन का भी सौदा करता, मन का भी सौदा करते, तन का भी और सदा श्रेष्ठ संबंध का भी सौदा करते. എന്നാൽ ബാബ എങ്ങനെയുള്ള ബിസിനസ്സുകാരനാണ്? ലോകത്തിലുള്ള ബിസിനസ്സുകാർ പണവും വസ്തുക്കളുടെ ഇടപാട് മാത്രം നടത്താറുള്ളൂ. എന്നാൽ ഇവിടെ ബാബ മനസ്സിൻ്റെയും ഇടപാട് നടത്തുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും ധനത്തിൻ്റെയും കൂടാതെ ശ്രേഷ്ഠ സംബന്ധത്തിൻ്റെയും ഇടനിലക്കാരനാണ്. അതായത് ബാബ അത്തരത്തിലുള്ള കരാറാണ് വെച്ചിരിക്കുന്നത്. ഐസാ ദാത്ത കൊയ് ദേക്ക, അത്തരത്തിലുള്ള ദാതാവിനെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ചാരോ ഹി പ്രകാർ കെ സൗദ കിയേ ഹേന, 4 പ്രകാരത്തിലുള്ള കരാറും കച്ചവടമല്ലേ ബാബ ഉറപ്പിച്ചിരിക്കുന്നത്. തൻ സദാ തന്ദുരുസ്ത് രഹേഗ, ഈ കച്ചവടം ഉറപ്പിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ബാബ ഇന്നത്തെ മഹാവാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ബാബയിൽ നിന്ന് ഞാൻ എന്ത് നേടുന്നു, പക്ഷേ ഞാൻ ബാബയ്ക്ക് എന്താ കൊടുത്തത്? തൻ സദാ തന്ദുരുസ്ത് രഹേഗ, മൻ സദാ കുഷ്. എത്രത്തോളം ഞാൻ ബാബയ്ക്ക് ഈ ശരീരം ഉറപ്പിക്കുന്നുവോ, കരാറിൽ വയ്ക്കുന്നുവോ, അതിൻ്റെ ആധാരത്തിൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? അത്രയും ആരോഗ്യം കിട്ടുന്നു. മനസ്സ് ബാബയുടെ കച്ചവടത്തിൽ ഞാൻ കരാറിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ബാബ പറയണ മനസ്സ് സദാ സന്തോഷിക്കും.
ധൻ കെ ഭണ്ഡാർ ഭർപ്പൂർ. ഞാൻ എത്രമാത്രം ബാബയുടെ സേവനത്തിൽ അറിഞ്ഞുകൊണ്ട്, അല്ലാണ്ട് പറഞ്ഞുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ബാബയുടെ കാര്യത്തിൽ എന്നെക്കൊണ്ടാവുന്നത്രയും ഞാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് ഇത്ര പിശുക്ക് കാണിച്ചിട്ട് ബാക്കി എല്ലാ കാര്യം ലൗകിക കാര്യത്തിൽ 100ന് 100 നമ്മൾ ചെയ്യും. പക്ഷെ ബാബയുടെ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ എന്താകും? ചുരുക്കി പിടിക്കുക, മനസ്സ് വിഷമിച്ച് കൊടുക്കുക. അപ്പോൾ ബാബ പറഞ്ഞിത്തരണ എത്രമാത്രം എന്നിൽ എന്തുണ്ടോ അതിൽ എന്നിലാവുന്നത്രയും ബാബയുടെ കാര്യത്തിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ ധനത്തിൻ്റെ എൻ്റെ ഭണ്ഡാരം നിറഞ്ഞു നിൽക്കും. സമ്പന്മേ നിസ്വാർത്ഥ സ്നേഹ. അതുപോലെ ബാബയോട് എനിക്ക് സംബന്ധം, ബാബ പറഞ്ഞിട്ടില്ല സർവസംബന്ധം ബാബയോട് സത്യസന്ധതയോടുകൂടി പുലർത്തുകയാണെങ്കിൽ, ബാബ അച്ഛനാണെങ്കിൽ എനിക്ക് അച്ഛനോട് എന്തെല്ലാം കടമകളുണ്ട്, ബാബ എൻ്റെ അമ്മയാണെങ്കിൽ അമ്മയോട് എനിക്ക് എന്തെല്ലാം കടമകളുണ്ട്, ബാബ എൻ്റെ ഗുരുവാണെങ്കിൽ ആ ഗുരുവിനോട് എനിക്ക് എന്തെല്ലാം കടപ്പാടുണ്ട്. അതുപോലെ ബാബ ശിക്ഷകനാണ്. ഡെയിലി ബാബ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്താണ് ബാബയ്ക്ക് റിട്ടേൺ കൊടുക്കേണ്ടത്? അതുപോലെ ബാബ എൻ്റെ പ്രിയതമനാണ്. നിത്യവും ബാബ എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അതിന് പകരം ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? അതുപോലെ ബാബ എൻ്റെ പുത്രനാണെങ്കിൽ ഞാൻ അതിന് പകരം എന്ത് കൊടുക്കണം? ബാബ എൻ്റെ കൂട്ടുകാരനാണ്, അപ്പം ഞാൻ എന്ത് കൊടുക്കണം? തിരിച്ചും കൊടുക്കണ്ടേ? കേവലം ഈ പാലന മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു കണക്കാവില്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞിത്രയാണ്, ഈ സർവസംബന്ധത്തിൻ്റെ സത്യമായ കരാർ ഞാൻ വെക്കുകയാണെങ്കിൽ ബാബയിൽ നിന്നും എനിക്ക് എന്താ കിട്ടുക? ബാബയിൽ നിന്ന് എന്ത് കിട്ടും? അത്ര തന്നെ നിസ്വാർത്ഥ സ്നേഹം. और गारंटी है, വെറുതെ അല്ല. ബാബ പറയുന്നത് അത് ഗ്യാരണ്ടിയാണ്. आजकल भी जो मूल्यवान वस्तु होती है उसकी गारंटी होती है ना. ബാബ നോക്ക് എത്ര ചതുർസുജാനാണ്. ബാബ പറയുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഏതൊരു വസ്തു ഈ ലോകത്ത് എടുക്കുകയാണെങ്കിൽ അതിന് ഗ്യാരണ്ടി നൽകില്ലേ? എത്ര വർഷത്തിൻ്റെ? 5 വർഷത്തിൻ്റെ, 10 വർഷത്തിൻ്റെ ഗ്യാരണ്ടി നൽകാറില്ലേ? അവർ ക്യാ കരേങ്കെ? പിന്നെന്തൊക്കെയാ കാര്യമുള്ളത്? ലേക്കിൻ രത്നാകർ ബാബ് കിത്തനെ സമയക്ക് ഗ്യാരണ്ടി ദേത്തെ? ലോകത്തിൽ 3 വർഷം, 2 വർഷം, 10 വർഷം ഗ്യാരണ്ടി നൽകും. പക്ഷെ ഇവിടെ രത്നാകരനായിരിക്കുന്ന ബാബ് എത്ര സമയത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നൽകുക? അനേക് ജന്മോക്ക് ഗ്യാരണ്ടി ദേത്തെ അല്ലേ? 2-3 വർഷത്തിൻ്റെ അല്ല, 10 വർഷത്തിൻ്റെ അല്ല, 1 ജന്മത്തിൻ്റെ അല്ല. ബാബ പറയുന്ന അനേക ജന്മങ്ങളുടെ ഗ്യാരണ്ടി ഉറപ്പാണ് ബാബ നൽകുന്നത്. അപ്പോൾ 2 കാര്യം. ഒന്ന്, ബാബ 4 പ്രകാരത്തിലും കരാർ ഉറപ്പിക്കുന്നു, അതിൻ്റെ റിട്ടേൺ നൽകുന്നു. രണ്ടാമത്തത് ബാബ ഗ്യാരണ്ടി നൽകാണ്, ഉറപ്പ് നൽകാണ് അനേക ജന്മങ്ങളിലേക്ക്. चारों में एक की भी कमी नहीं हो सकती. ബാബ പറഞ്ഞ 4 കാര്യത്തിൽ ഒന്നിൻ്റെ പോലും കുറവ് നിങ്ങൾക്ക് അനുഭവിക്കപ്പെടുകയില്ല. चाहे प्रजा की प्रजा भी बने लेकिन उनको भी लास्ट जन्म तक करता त्रेता के अंत तक भी चारों ही बातें प्राप्त होगी. ബാബ പറയുന്ന പ്രജയിലും പ്രജയാവുകയാണെങ്കിൽ പോലും അവസാനം ജന്മം വരെ, അതായത് ത്രേതായുഗത്തിൻ്റെ അവസാനം, അതാണല്ലോ സ്വർഗത്തിൻ്റെ എൻഡ്, ത്രേതായുഗ അവസാനം വരെ ഈ 4 കാര്യത്തിലും എല്ലാ പ്രാപ്തികളും അവർക്ക് ഉണ്ടാകും. ഐസ സൗദ കബ് കിയ? അങ്ങനെ ഒരു കച്ചവടം ആരോടെങ്കിലും നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? അബ് തോ കിയാ ഹേ യാ നാ സൗദ? അപ്പോൾ ബാബ ചോദിക്കാണ്, അബ് തോ കിയാ ഹേ നാ സൗദ? ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു കച്ചവടം നടത്തിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. പക്കാ സൗദ കിയ യാ കച്ച? കച്ചവടം ഉറപ്പാണോ അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടി മാത്രമാണോ? परमात्मा से कितना सस्ता सौदा किया, क्या किया, कोई काम की चीज़ दी? പരമാത്മാവിനോട് എത്രമാത്രം നമ്മൾ വളരെയധികം സസ്താ സൗദയാണ്, കൂടുതൽ വില പിടിപ്പുള്ള സാധനമൊന്നുമല്ല, അതോ കോസ്റ്റ്ലി ആയിരിക്കുന്ന ബിസിനസ് അല്ല ഇത്. ക്യാ ദിയ? ശരിക്കും നമ്മൾ ചിന്തിക്കണം, എന്താണ് ബാബയ്ക്ക് കൊടുത്തത്? കൊയ് കാം കി ചീസ് ദി? കൊടുത്തത് വല്ല ഉപയോഗമുള്ള വസ്തുവാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ബാബയ്ക്ക് കൊടുക്കുന്നതിന് എത്ര പ്രാവശ്യം കണക്ക് പറഞ്ഞിട്ടുണ്ടാകും? എത്ര ചോദ്യങ്ങൾ അതിനുണ്ടാകും? എന്തെല്ലാം ക്രോസ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും?
അല്ലേ? ബാബ ചോദിക്കുകയാണ്, എനിക്ക് തന്നതിൽ എന്തെങ്കിലും ഉപയോഗമുള്ള വസ്തു ഉണ്ടായിരുന്നുവോ? ഫോറിനേഴ്സ് ബാബ് ദാദാ കെ പാസ് സദൈവ് ദിൽ ബനാക്കർ ബേജ് ദേത്ത. ബാബ ഫസ്റ്റത്തെ എടുക്കുകയാണ്, മനസ്സ്. സാധാരണ ഡബിൾ ഫോറിനേഴ്സ് ബാബയ്ക്ക് ഗ്രീറ്റിംഗ് കാർഡൊക്കെ അയക്കാറുണ്ട്. അപ്പം അതിലെപ്പോഴും ഹാർട്ട് ഷേപ്പിലുള്ള ചിത്രം ഉണ്ടാകാറുണ്ട്. പത്ര ബി ദിൽ കെ ചിത്രയ്ക്ക് അണ്ടർ ലിഖേഗ. അവരയക്കുന്നതിൽ ഒരു ലെറ്റർ ആണെങ്കിൽ പോലും അത് ഹാർട്ട് ഷേപ്പുള്ള കാർഡിനുള്ളിൽ ലെറ്റർ എഴുതും. ഗിഫ്റ്റ് ബി ദിൽ കെ ബേജെങ്കെ. ഗിഫ്റ്റ് ആണെങ്കിലും അതൊരു ഹൃദയത്തിൻ്റെ രൂപത്തിൽ അഥവാ ഹാർട്ട് ഷേപ്പിലുള്ള വസ്തുക്കളായിരിക്കും. ദിൽ ദിയാണ്. ബാബ പറയണം, ഗ്രീറ്റിംഗ് കാർഡോ മറ്റു വസ്തുക്കളോ ഓക്കെ, പക്ഷെ നിങ്ങൾ കൊടുത്തത് ഹൃദയമല്ലേ ബാബയ്ക്ക്, അതിൻ്റെ ഒരു അടയാളമല്ലത്. ലേക്കിൻ കൗൺസി ദിൽ ദി. ശരി, ബാബയ്ക്ക് നിങ്ങൾ ഹൃദയം കൊടുത്തു, നമ്മളൊക്കെ മനസ്സ് കൊടുത്തവരാണ്, ശരി തന്നെ. പക്ഷെ ബാബ പറയണ, എൻ്റെ കയ്യിൽ ആ ഹൃദയം കിട്ടുമ്പോൾ, മനസ്സ് കിട്ടുമ്പോൾ ചിന്തിച്ചു നോക്കണം, എങ്ങനെയുള്ള ഹൃദയമാണ് ഞാൻ ബാബയുടെ മുന്നിൽ വെച്ചിരുന്നത്. അഗ ഏക് ദിൽ കെ കിത്തനെ ടുക്കടെ ഹുയേ പടേത്തെ. ബാബ ഓർമ്മപ്പെടുത്താണ്, ആദിയിൽ ബാബയുടേതായി ഞാൻ വന്നപ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം എത്ര കഷ്ണങ്ങളുള്ളവയായിരുന്നു. മാ ബാബ് ചാച്ച മാമ കിത്തനി ലംബി ലിസ്റ്റ് അല്ലേ? ബാബ പറഞ്ഞു തരണം, നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ടായിരുന്നു? നുറുങ്ങി 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 കഷ്ണം കഷ്ണമാക്കി പലർക്കും വീതിച്ചു കൊടുത്തൊരു ഡാമേജ്ഡ് ഹൃദയമായിരുന്നു. അപ്പോൾ ബാബ പറയണ, അതിൽ അച്ഛൻ, അമ്മ, ഇളയമ്മ, ഇളയച്ചൻ, എത്ര വലിയ ലിസ്റ്റ് എടുക്കണം. അഗർ സമ്പൻ കി ലിസ്റ്റ് നിക്കാലോ കലിയുഗമേത്തോ കിത്തനി ലംബി ലിസ്റ്റ് ഹോഗി. അത് സംബന്ധത്തിന്, അതായത് ബന്ധങ്ങൾക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ബാബ പറയണ, ഈ കലിയുഗത്തിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് എത്ര വലിയ ലിസ്റ്റായിരിക്കും. ഏക് സംബന്ധ മേ ദിൽ ദിയ, ദൂസറ വസ്തു മേ ദിൽ ദേ ദിയ. ഒന്ന് ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സ് കൊടുത്തു, അങ്ങനെ അതിനെ കഷ്ണം കഷ്ണാക്കി വീതിച്ചു കൊടുത്തു. രണ്ടാമത്തത് ബാബ പറയണ, വസ്തുക്കളുടെ പുറകെ ആ മനസ്സ് പോയി. ദിൽ ലഗാനെ വാലി വസ്തുവായി കിത്തനി ഹേ, വ്യക്തി കിത്തനെ ഹേ. ചിന്തിച്ചു നോക്കിയേ, എത്ര പേർക്ക് ഞാൻ മനസ്സ് കൊടുത്തു, എത്ര വസ്തുവിൽ എൻ്റെ മനസ്സ് കൊടുത്തിട്ടുണ്ട്. സബ്മേ ദിൽ ലഗാക്കെ ദിൽ ഹി ടുക്കടാ ടുക്കടാ കർദി. ബാബ ഓർമ്മപ്പെടുത്താണ്, നിങ്ങളുടെ മനസ്സെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു. നമ്മൾ പറയെല്ലാം ബാബ കൊടുത്തു, ബാബ കൊടുത്തു. ബാബ പറയണ്, കിട്ടിയ മനസ്സ്, ഹൃദയം എങ്ങനെയുള്ളതായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ഓർത്തു നോക്കി. ആ ആരംഭ ദിനങ്ങളിൽ ബാബ പറയണ്, മനസ്സെന്തായാലും നിങ്ങൾ തന്നു, പക്ഷെ അത് കഷ്ണം കഷ്ണമായിരുന്ന മനസ്സായിരുന്നു, ഹൃദയമായിരുന്നു. ബാബാനെ അനേക് ടുക്കടെ വാലി ദിൽ കോ ഏക് തരഫ് ജോഡ് ലിയ. എന്നിട്ടും ബാബ നമ്മളെ തിരസ്കരിച്ചിട്ടില്ല. ബാബ എന്താ ചെയ്തത്? അനേക കഷ്ണങ്ങളോട് കൂടി ആ ഹൃദയത്തെ ഒന്നിലേക്ക് ബാബ കണക്ട് ചെയ്യിപ്പിച്ചു, ഒന്നാക്കി മാറ്റി. തോ ദിയാ ക്യാ ഓർ ലിയാ ക്യാ. ബാബ പറഞ്ഞ്, ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എനിക്ക് തന്നത് എന്താണ്, എന്നിൽ നിന്ന് നിങ്ങൾ എടുത്തത് എന്താണ്. और सौदा करने की विधि कितनी सहज. ഈ ഒരു കരാർ ഉറപ്പിക്കൽ വളരെ എളുപ്പമാണ്. സെക്കൻഡ് കാ സൗദ, ഒരു സെക്കൻഡിൻ്റെ കച്ചവടം ഉറപ്പിക്കലാണ്. ബാബ ശബ്ദ ഹി വിധി ഹെ. ഇപ്പം ബാബ പറയണ, ബാബ എന്ന ശബ്ദമാണ് ഈ കച്ചവടത്തിൻ്റെ യഥാർത്ഥ വിധി. ഏക് ശബ്ദ കി വിധി ഹെ, ഇസ്മേ കിത്തന സമയം ലഗ്ത. ഒരു ശബ്ദത്തിൻ്റെ വിധിയല്ലേ ഉള്ളൂ, ഇതിന് എത്ര സമയം എടുക്കണം? ആകെ ഒരു സെക്കൻഡ്. ഏത് സെക്കൻഡ് ഞാൻ ബാബയെ തിരിച്ചറിഞ്ഞോ ആ സെക്കൻഡ് അവിടെ കച്ചവടം ഉറപ്പിക്കുകയാണ്. സിർഫ് ദിൽ സേ കഹാ ബാബ തോ സെക്കൻഡ് മേ സൗദാ ഹോ ഗയ. ഒരു സെക്കൻഡാണ് ഈ കച്ചവടം. അതായത് ഞാൻ ഹൃദയം കൊണ്ട് ബാബയെ സ്വീകരിച്ചപ്പോൾ, ഹൃദയത്തോടെ ബാബയെ വിളിക്കുകയാണ്, ഹേ ബാബ, ആ സെക്കൻഡ് അവിടെ കച്ചവടം ഉറപ്പായി. അതുകൊണ്ട് ബാബന് എത്ര എളുപ്പമായ വിധിയല്ലേ. इतना सस्ता सौदा सिवे इस संगम युग के और किसी भी युग में नहीं कर सकता. ഇത്രയും അതായത് വളരെയധികം ലളിതമായിരിക്കുന്ന ഒരു കച്ചവടം ഈ സംഗം യുഗത്തിലല്ലാതെ മറ്റൊരു യുഗത്തിലും നടക്കാൻ സാധ്യമല്ല. तो सौदागर की सूरत मूरत देख रहे थे. അപ്പോൾ ബാബ ഈ വ്യാപാരികളായ മക്കളുടെ ആ ഒരു രൂപഭാവനകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാ കെ അന്തർ മേ കിത്തനെ ബോലെ ഭാലെ.
ബാബ പറയാണ്, എൻ്റെ ഈ കച്ചവടക്കാരായ വ്യാപാരികളായ മക്കൾ ലോകത്തിൻ്റെ കണക്കിൽ വെച്ച് നോക്കുമ്പോൾ എത്ര നിഷ്കളങ്കരാണ്. ലേക്കിൻ കമാൽത്തൈൻ പോലെ ബാലോനെ കിയ, അത്ര തന്നെ അത്ഭുതവും ഈ നിഷ്കളങ്കരായ കുട്ടികൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാബ പറയണ കച്ചവടം ഉറപ്പിക്കുന്നതിൽ വളരെയധികം സമർത്ഥരാണ്, ബുദ്ധിശാലികളായിരിക്കുന്നു. आज के बड़े बड़े नामी ग्रामी धनवान धन कमाने के बजाय धन को संभालने की उलझन में पड़े हुए. വർത്തമാന സമയത്തിൽ എത്ര വലിയ പ്രശസ്തരായിരിക്കുന്ന സമ്പന്മാരുണ്ട്, ധനവാന്മാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്. അവർ കേവലം കോടികൾ സമ്പാദിക്കുന്നത് മാത്രമല്ല, ഈ സമ്പാദിച്ചിരിക്കുന്ന പണത്തെ എവിടെയൊക്കെയാണ് വെക്കേണ്ടത് ആ കാര്യത്തിലും അവർ ആകപ്പാടെ കുഴപ്പത്തിലാണ്. ഉസി ഉൽജൻ മേ ബാപ് കോ പെഹ്ചാനനെ കെ ലിയെ ബി ഫുർസത് നഹീ. ഉണ്ടാക്കിയ പണത്തെ സൂക്ഷിക്കുന്നതിൽ തന്നെ അവർ ആകപ്പാടെ പെട്ടെടുക്കാണ്. അതിനിടയിൽ ബാബയെ തിരിച്ചറിയാൻ അവർക്ക് എവിടെ സമയം? अपने को बचाने में धन को बचाने में ही समय चला जाता. എല്ലാത്തിൽ നിന്നും സ്വയമിനെ രക്ഷപ്പെടുത്താനും ഈ ഉണ്ടാക്കിയ പണത്തെ സൂക്ഷിക്കാനും രക്ഷിക്കുന്നതിലെ അവരുടെ സമയവും ജീവിതവും പോകും. അഗർ ബാദ്ഷാ ബി ഹെ തോ ഫിക്കർ വാലെ ബാദ്ഷാ ഹെ. ലോകത്തിൻ്റെ കണ്ണിൽ ഒരു കോടീശ്വരന്മാരല്ലേ ഇവിടുത്തെ ചക്രവർത്തികൾ. പക്ഷെ ബാബ പറയണ ചിന്തയുള്ള ചക്രവർത്തികളാണ്. ക്യോങ്കി ഫിർ ബി കാലാ ധൻ ഹേന, അവരുടെ പക്കലുള്ള സമ്പത്തൊക്കെ എന്താണ്? ബ്ലാക്ക് മണിയാണ്, കണക്കിൽപ്പെടാത്ത പണങ്ങളാണ്. ഇസ്ലിയെ ഫിക്കർ വാലെ ബാദ്ഷാ, അതുകൊണ്ട് തന്നെ എന്താ ചിന്തയുള്ള ചക്രവർത്തികളാണ്. ആ ബാഹർ സേ ബിനാ കോടി ഹോ ലേക്കിൻ ബേഫിക്കർ ബാദ്ഷാ. ആ കണക്കിൽ അവരുടെ കണ്ണിൽ നിങ്ങൾ കുട്ടികൾ ഒരു ചില്ലിക്കാശിനും വിലയില്ലാത്തവരായിരിക്കാം. പക്ഷേ ബാബ പറയണ നിങ്ങളാണ് യഥാർത്ഥത്തിൽ നിശ്ചിന്ത ചക്രവർത്തി. ബെഗർ ഹോത്തെ ബി ബാദ്ഷാ. ബാപ്പണ നിങ്ങൾ കുട്ടികൾ ബെഗറാണ്, പക്ഷെ നിങ്ങളാണ് ചക്രവർത്തികൾ. ശുരു സൈൻ ക്യാ കർത്തേ തേ ബെഗർ ടു പ്രിൻസ്. ആരംഭകാലത്തിൽ നിങ്ങൾ എന്താ സൈൻ ചെയ്യാറുണ്ടായിരുന്നത്? ബെഗർ ടു പ്രിൻസ് എന്നല്ലേ. അബി ബി ബാദ്ഷാ और ഭവിഷ്യ മേ ബി ബാദ്ഷാ. ബാബയുടെ മക്കൾ ഇപ്പോഴും ചക്രവർത്തികളാണ്, സത്യുഗത്തിലും ചക്രവർത്തികളാണ്. ആജ്കൽ കെ ജോ നമ്പർ 1 ധനവാൻ ആസാമി ഹെ ഉൻകെ സാമനെ ആപ്കെ ത്രേത अंत वाली प्रजा भी ज्यादा धनवान होगी. ബാബ പറയണ വർത്തമാന കാലഘട്ടത്തിൽ ആരാണോ നമ്പർ 1 ധനവാനായിരിക്കുന്നത്, ലോകത്തിലെ ഹയസ്റ്റ് എന്താണ് റിച്ചസ്റ്റ് വ്യക്തി ആയിരിക്കുന്നത്, ആ വ്യക്തിയുടെ മുന്നിൽ ബാബ പറഞ്ഞു തരാണ് ത്രേതായുഗത്തിലെ അവസാന പ്രജയുടെ അത്ര പോലും സമ്പത്ത് അവരുടെ പക്കലുണ്ടാവില്ല. ബാബ പറയണ അത്രയും സമ്പന്നരാണ് നിങ്ങൾ കുട്ടികൾ. ആജ്കൽ കെ സംഖ്യ കെ ഹിസാബ് സെ സോച്ചോ धन तो वही होगा और ही दबा हुआ धन भी निकलेगा. तो जितनी बड़ी संख्या है उसी प्रमाण धन बांटा हुआ है. ബാബ പറഞ്ഞു തരാണ് ഇന്നത്തെ ദ റിച്ചസ്റ്റ് മാൻ ഈ ലോകത്തിൽ ആരാണോ അവർ നിങ്ങൾ കുട്ടികളുടെ, അതായത് ത്രേതായുഗ അവസാനത്തിലെ പ്രജകളിലുള്ളത്ര സമ്പത്ത് പോലും ഇന്ന് അവരുടെ പക്കലില്ല എന്ന്. രണ്ടാമത്തത് ബാബ പറഞ്ഞു തരാണ് സംഖ്യയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ അന്നും ധനമുണ്ട് ഇന്നും ധനമുണ്ട്. ഇന്നും ബാബ പറഞ്ഞു തരാണ് അതായത് നിധിയുടെ രൂപത്തിൽ സമ്പത്ത് ചിലപ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ ബാബ പറയണ എന്നിരുന്നാൽ പോലും ജനസംഖ്യ എത്രയുണ്ടോ അതിനനുസരിച്ച് സമ്പത്ത് എന്താകും? അത് വീതിക്കപ്പെടും. ഓർ വഹാ സംഖ്യ കിത്തനി ഹോഗി. സത്യത്തിൽ നിങ്ങളുടെ സംഖ്യ എത്രയുണ്ടായത്? 9 ലക്ഷം. ത്രേതായുഗെത്തുമ്പോൾ 33 കോടി എന്ന് വിചാരിച്ചോ. പക്ഷേ ഇന്നത്തെ സംഖ്യ എത്രയാ? 85 ലക്ഷം കോടി ജനങ്ങളുണ്ട്. അൻപത്തഞ്ചിലല്ലോ 750 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ അതേ സമ്പത്ത് തന്നെയാണ് ഇവിടെ വീതിക്കപ്പെടുന്നത്. ഇതേ സമ്പത്ത് അവിടെയും വീതിക്കപ്പെടുന്നു. അപ്പോൾ അവിടുത്തെ കണക്കാണോ ശ്രേഷ്ഠം, ഇവിടുത്തെ കണക്കാണോ ശ്രേഷ്ഠം? അപ്പോൾ സമ്പന്നരാരാ? അവിടെ തന്നെയല്ലേ.
ഉസി ഹിസാബ് സെ ദേഖോ തോ കിത്ന ധൻ ഹോഗ. ആ കണക്ക് വെച്ച് നോക്കുമ്പോഴും സത്യുഗ ത്രേതായുഗത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം സമ്പത്തുണ്ടാകും. പ്രജാകോബി അപ്രാപ്ത് കോയി വസ്തു നഹി. നിങ്ങളുടെ പ്രജകൾക്ക് പോലും അപ്രാപ്തിയാണ് ഇന്ന വസ്തു എന്ന് പറയാൻ പോലും ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ എല്ലാ വസ്തുക്കളും പ്രാപ്തമായിരുന്നു. അതുകൊണ്ട് ബാബ പറയുന്നത് നിങ്ങൾ ചക്രവർത്തികളല്ലേ. അപ്പോൾ ബാബ പറയണ ബാദ്ഷാക്കായേ അർത്ഥ നഹി കി തഖ്ത് പ ബൈഠെ. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ ഇരിക്കുക മാത്രമല്ല, ബാദ്ഷാ അർത്ഥാത് ഭർപൂർ, കൊയ് അപ്രാപ്തി നഹി കമി നഹി. ബാദ്ഷാ എന്നതിൻ്റെ അർത്ഥം എന്താ? എല്ലാം കൊണ്ടും നിറഞ്ഞ അവസ്ഥ, അപ്രാപ്തിയായി ഒന്നും തന്നെയില്ല, ഒരു കുറവും ഇല്ലാത്തൊരു അവസ്ഥ. സ്വയമിന് മാത്രമല്ല അവർ ഭരിക്കുന്ന രാജ്യത്തിലും. तो ऐसा सौदा कर लिया है या कर रहे हो. അത്തരത്തിലുള്ളൊരു കച്ചവടമാണോ നിങ്ങൾ ബാബയുമായിട്ട് ഉറപ്പിച്ചിട്ടുള്ളത്, അഥവാ ഇനിയും ചെയ്തിട്ടില്ലയോ? വബി സോച്ച് രഹേ ഹോ, കച്ചവടം ചെയ്യണോ വേണ്ടെന്ന് ഇപ്പോഴാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. कभी कोई बड़ी चीज़ सस्ती और सहज मिल जाती तो भी उलझन पड़ जाते कि पता नहीं टीके वा नहीं. സാധാരണ ഇന്നത്തെ ലോകത്തിൽ എന്തെങ്കിലും ഒരു വസ്തു ഫ്രീ ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ വില കുറവിലാണ് കിട്ടുന്നതെങ്കിൽ 100 വട്ടം ചിന്തിക്കും. ഇത്രയും വില കുറവിൽ കിട്ടുമ്പോൾ അതിലെന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ചിന്ത കുഴപ്പിക്കാറുണ്ട്. ഐസി ഉൽജൻ മേ തോ നഹി ഹോ ന. അങ്ങനെ ഒരു കുഴപ്പത്തിലല്ലല്ലോ നിങ്ങളുള്ളത്. ഇത്ര എളുപ്പമായിട്ട് പ്രാപ്തി കിട്ടുമ്പോൾ ഇതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടോ വെട്ടിപ്പുണ്ടോ അങ്ങനെ കുഴപ്പത്തിലൊന്നല്ലല്ലോ ചിന്തിക്കുന്നത്. ക്യോങ്കി ഭക്തി മാർഗ വാലോനെ സഹജ് തോ ഇത്തനാ മുഷ്കിൽ കർ ഓർ ചക്രമേ ഡാൽ ദിയ. കാരണം ഭക്തി മാർഗത്തിൽ എന്ത് സംഭവിച്ചു? ഇത്രയും എളുപ്പമായ പ്രാപ്തിയെ അവർ വളരെയധികം പ്രയാസമുള്ളതാക്കി മാറ്റി ആകെ കുഴപ്പിച്ച് ആകെ ഒരു ചക്രം പോലെ ആക്കി വെച്ചു. ജോ ആജ് ബി ബാപ്കോ ഉസി റൂപ് സേ ഡൂണ്ട്തേ രഹത്തെ. അതുകൊണ്ട് നമ്മൾ ആത്മാ പരമാത്മ പരിചയം കൊടുത്താൽ പോലും പരമാത്മ അച്ഛനാണ്, അച്ഛനിലൂടെ ഇത്രയും പ്രാപ്തി കിട്ടുന്നു, ഇത്ര സഹജമായി കിട്ടുന്നെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അത് സ്വീകാര്യമല്ലാത്തൊരവസ്ഥയായിരിക്കാൻ. കാരണം ഭഗവാനെ എന്തെല്ലാം രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ച ആ രൂപത്തിൽ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയൊരു കാര്യത്തെ വലുതാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആകെ കൺഫ്യൂസ്ഡാണ്. ഉൽജന്മേ പഠിച്ചാത്തേഹം, എല്ലാവരും സംശയത്തിൽ പെട്ടുകിടക്കുന്നു. ഊഞ്ചേത്തെ ഊഞ്ച ഭഗവാൻ ഉൻസെ മിൽനെ കി വിദ്യാഭി ലൻബി ചോടി ബത്താദീഹം. ആ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാനോട് മിലനം ചെയ്യാനുള്ള മാർഗത്തെയും വളരെയധികം ദീർഘമായ വഴികളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, വിധികളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഉസി ചക്രമേ ഭക്ത് ആത്മായി സോച്ച് മേ ഹി പടി ഹുയി ഹെ. അപ്പം അങ്ങനെയൊക്കെ ഭക്തിയിൽ പോകണമെങ്കിൽ അഥവാ ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ഹിമാലയം കയറണം, മാനസരോവരത്തിൽ മുങ്ങിക്കുളിക്കണം, എന്തൊക്കെയോ വിധികൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും ഭക്തർ അതേ വിശ്വാസത്തിൽ അതേ ചിന്തയിലാണ് മുഴുകിയിരിക്കുന്നത്. ഭഗവാൻ ഭക്തി കാ ഫൽ ദേനെ ഭി ആ ഗയേ और लेकिन भक्त आत्माएं उलझन के कारण पत्ते पत्ते को पानी देने में ही बिजी है. അതായത് ഭഗവാൻ ഭക്തിയുടെ ഫലം നൽകാൻ വന്നു കഴിഞ്ഞിട്ടും ഇന്നും ഭക്തർ ആ എല്ലാ വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ തന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ കുഴപ്പത്തിൽ തന്നെ ഓരോരോ ഇലകൾക്കും വെള്ളം കൊടുത്തുകൊണ്ടേ അതിൽ തന്നെ ഒരു ബിസി ആയിരിക്കണം. അതായത് തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട്, ഈ ഭഗവാനാണ് ആ ഭഗവാനാണ്, അവരെ തൃപ്തിപ്പെടുത്തുന്നതിലും പ്രീതിപ്പെടുത്തുന്നതിലും തന്നെ ബിസി ആയിരിക്കുകയാണ്. കിത്തനെ ഭി ആപ് സന്ദേശ് ദേത്തെ ഹോ തോ ക്യാ കേത്തെ ഹേ. നിങ്ങൾ എത്ര തന്നെ അവർക്ക് സന്ദേശം കൊടുത്താലും അവരെന്താ പറയാ? ഇത്തനാ ഊഞ്ച് ഭഗവാൻ ഐസെ സഹജായേ ഹോ ഹി നഹി സക്ത. ഇത്രയും ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ഇത്ര എളുപ്പത്തിൽ വരാന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. इसलिए बाप मुस्कुरा रहे थे कि आजकल के चाहे भक्ति के नामी ग्रामी, चाहे धन के नामी ग्रामी, चाहे किसी भी ऑक्यूपेशन के नामी ग्रामी अपने ही कार्य में बिजी है. ഇതൊക്കെ കണ്ട് ബാബ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്ര തന്നെ ഭക്തി മാർഗത്തിൽ ഭക്തിയിലും പ്രശസ്തി നേടിയവരായിരിക്കാം,
അഥവാ ധനത്തിൻ്റെ കാര്യത്തിൽ പേര് പ്രശസ്തി നേടിയവരായിരിക്കാം, അഥവാ ഏതെങ്കിലും ഒരു കർത്തവ്യത്തിൻ്റെ ആധാരത്തിൽ ഇന്നത്തെ ലോകത്തിൽ പേരും പ്രശസ്തി നേടിയവരായിരിക്കാം. പക്ഷെ ബാബ പറയണ അവരുടെ കാര്യത്തിൽ തന്നെ ബിസി ആയിരിക്കുകയാണ്. ലേക്കിൻ ആപ് സാധാരണ ആത്മാവിനെ ബാപ്സെ സൗദ കർ ലിയ. ഈ എല്ലാം ഇടയിൽ ബാപ്പയുടെ സാധാരണക്കാരിലും സാധാരണക്കാരായി നിങ്ങൾ ആത്മാക്കളാണ് ബാബയുമായിട്ട് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. പാണ്ഡവനെ പക്കാ സൗദ കർ ലിയാന. ബാബ ഒന്നും കൂടി ചോദിക്കുകയാണ്, പാണ്ഡവരായ നിങ്ങൾ കുട്ടികൾ ബാബയുമായിട്ട് കച്ചവടം ഉറപ്പിച്ചവരല്ലേ, പക്കയല്ലേ ചോദിക്കുന്നു. ഡബിൾ ഫോറിനർ സൗദ കർണമേ ഹോഷിയാർ ഹെ. ഈ കാര്യത്തിൽ വളരെയധികം സമർത്ഥരാണ്. ഡബിൾ ഫോറിനേഴ്സ് സൗദാ തോ സബ്നെ കിയ ലേക്കിൻ സബ് ബാത് മേ നമ്പർവാർ ഹോത്തെ. ബാബന് ശരിയാണ്, എല്ലാ കുട്ടികളും ബാബയോട് കച്ചവടം കരാർ വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ കാര്യത്തിലും നമ്പർവാർ. बाबा ने तो सभी को एक जैसे सर्व खजाने दिए क्योंकि अकुट सागर है. ബാബ അക്ഷയപാത്രമാണ്, അക്ഷയസാഗരമാണ്. അതുകൊണ്ട് തന്നെ ബാബ എല്ലാ മക്കൾക്കും സർവ ഖജനാവും നൽകിയിട്ടുണ്ട്. ബാബാക്കോ ദേനെ മേ നമ്പർവാർ ദേനിക്ക് ആവശ്യകത ഹി നഹി. നമ്പർവാറായിട്ട് ഓരോ കുട്ടികൾക്ക് ഇത്ര എന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. जैसे आजकल की विनाशकारी आत्माएं कहती है कि विनाश की इतनी सामग्री तैयार की है जो ऐसी कई दुनियाएं विनाश हो सकती. ഏതുപോലെ വർത്തമാന സമയത്തിൽ വിനാശകാരികളായ ആത്മാക്കൾ വിനാശത്തിൻ്റെ സാമഗ്രികളെക്കുറിച്ച് പറയാറുണ്ട്. അത്രയധികം വിനാശകാരികളായിരിക്കുന്ന വസ്തുക്കൾ എത്ര അനേകം ലോകത്തെ നശിപ്പിക്കുന്ന ശക്തിയോടുകൂടി തയ്യാറാക്കിയിരിക്കുന്നു. ബാബാ ബി കേത്തി बाबा के पास भी इतना खजाना है जो सारे विश्व की आत्माएं आप जैसे समझदार बन सौदा कर ले तो भी अकूट है. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ബാബയുടെ കൈവശവും അത്ര തന്നെ സമ്പത്തുണ്ട്. ഈ ലോകത്തിലുള്ള ആത്മാക്കൾ എല്ലാവരും തന്നെ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികളെ പോലെ അറിവുള്ളവരായി ബാബയോട് ബിസിനസ് ചെയ്താലും കച്ചവടം ഉറപ്പിച്ചാൽ പോലും ബാബ ഒരിക്കലും വറ്റുകയില്ല, അത്രയും അക്ഷയമാണ്. ജിത്തനി ആ ബ്രാഹ്മണോं की संख्या है उससे और पद्मा गुणा भी आ जाए तो भी ले सकते. ബാബ പറയണ, ഇന്ന് നിങ്ങൾ ബ്രാഹ്മണരുടെ സംഖ്യ എത്രത്തോളം ഉണ്ട്, അതിന് എത്ര മടങ്ങ് ആത്മാക്കൾ വന്നാലും ബാബ പറഞ്ഞു തരാണ് ബാബയിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കും. ഇത്തന അതാ ഖജാന ഹെ. അത്രമാത്രം ബാബയിൽ അപാര സമ്പത്തുണ്ട്. ലേക്കിൻ ലേനെ വാലോമേ നമ്പർവാർ ഹോ ജാത്തെ. പക്ഷെ എടുക്കുന്നവരെന്തായി പോകുന്നു? നമ്പർവാർ. കുലേ ദിൽ സെ സൗദാ കർനെ വാലെ ഹിമ്മത്വാൻ തോടെ ഹി നിക്കൽത്തെ. ബാബ പറഞ്ഞു തരാണ്, തുറന്ന മനസ്സോടുകൂടി ബാബയോട് കരാർ ഉറപ്പിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. ഇസ്ലേ ദോ പ്രകാർ കി മാല പൂജി ജാത്തി. അതുകൊണ്ടാണല്ലോ 2 പ്രകാരത്തിലുള്ള മാല പൂജിക്കേണ്ടതായി വരുന്നത് ഭക്തിമാർഗത്തിൽ. കഹാ അഷ്ടരത്ന और കഹാ 16,000 का ലാസ്റ്റ്. ബാബ പറയുന്ന അഷ്ടരത്ന മണികളും ഉണ്ട്, അതേപോലെ തന്നെ 16,108 മണിയും ഉണ്ട്. അപ്പോൾ ബാബ പറഞ്ഞ അതിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടാകും? കിतना अंतर हो गया सौदा करने में तो एक जैसा ही है. കച്ചവടാകുമ്പോൾ ഒരുപോലെ ആയിരുന്നില്ലേ? ബാബയുടെ കുട്ടികളായി മാറുക, ബാബയുടെ നിന്നും ജ്ഞാനം കേൾക്കുക, സേവനം ചെയ്യുക, എല്ലാ കാര്യത്തിലും. പക്ഷേ ബാബ പറയുന്ന നമ്പർവാറാകുന്നു. ലാസ്റ്റ് നമ്പർ ബി കേത്ത ബാബ और ഫസ്റ്റ് നമ്പർ ബി കേത്ത ബാബ. എവിടെ വ്യത്യാസം? ലാസ്റ്റ് നമ്പറിലുള്ള കുട്ടിയും എന്താ പറയുന്നത്? എൻ്റെ ബാബ എന്ന്. ഫസ്റ്റ് നമ്പറിലുള്ള കുട്ടിയും പറയുന്നതും എൻ്റെ ബാബ എന്ന് തന്നെ. ബാബ പറഞ്ഞ് ശബ്ദമേ അന്തർനെഹി. വാക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അന്തരമുണ്ടോ? ഇല്ല. സൗദാ കർണേക്ക് വിധി ഏക് ജേസി ഹെ. ബാബയുമായിട്ട് ഈ കച്ചവടം ഉറപ്പിച്ചതിൻ്റെ വിധി ഒരുപോലെ തന്നെയാണ്. ഇനി ദേനെ വാല ദാത്ത ബി ഏക് ജേസ ദേത്ത. നൽകുന്നവ ദാത്ത ബാബ. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നൽകിയത്.
ज्ञान का खजाना व शक्तियों का खजाना जो भी संगम युगी खजाना जानती हो सबके पास एक जैसे ही है. അത് ജ്ഞാനത്തിൻ്റെ ഖജനാവാകട്ടെ ശക്തികളുടെ ഖജനാവാകട്ടെ അഥവാ ഈ സംഗമയുഗത്തിൽ നേടിയെടുക്കുന്ന എല്ലാ ഖജനാവുകളും ബാബ പറയുന്ന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പ്രാപ്തമായിട്ടുള്ളത്. किसको सर्वशक्तियाँ दी, किसको एक शक्ति दी व किसको एक गुणा व किसको सर्वगुण दिया, ये अंतर नहीं. ബാബ പറയുന്ന ചില കുട്ടികൾക്ക് സർവശക്തികളും നൽകി, ചിലർക്ക് കേവലം ഒരു ശക്തി മാത്രം, ചിലർക്ക് ഒരു ഗുണം മാത്രം, ചിലർക്ക് സർവഗുണങ്ങൾ നൽകി. അങ്ങനെ വല്ല അന്തരം ബാബ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. सभी का टाइटल एक ही है, आदि मध्य अंत के ज्ञान को जानने वाले ത്രികാലദർശി മാസ്റ്റർ സർവശക്തിവാൻ. ബാബ എല്ലാ മക്കൾക്കും ഒരേപോലെ തന്നെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ആദി മധ്യ അന്ത്യജ്ഞാനത്തെ തിരിച്ചറിയുന്ന ത്രികാലദർശികളും അതുപോലെ മാസ്റ്റർ സർവശക്തിവാൻ. ഇത് ബാബ എല്ലാ മക്കൾക്കും നൽകിയിരിക്കുന്ന ടൈറ്റിലാണ്. ऐसे नहीं है कि कोई सर्वशक्तिवान है कोई सिर्फ शक्तिवान नहीं. ബാബ ഇങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന കുട്ടികൾ സർവശക്തിവാനാണ്, ഇന്ന കുട്ടികൾ കേവലം ശക്തിവാനാണെന്ന്? ഒരിക്കലും ഇല്ല. സബി കോ സർവഗുൺ സമ്പൻ ബന്നെ വാലെ ദേവാത്മ കേത്തെ. സർവരെയും സർവഗുണ സമ്പന്നരാക്കി മാറ്റുന്നവരെയാണ് ദേവാത്മാവെന്ന് പറയുക. അവർ തന്നെയാണ് ഗുണമൂർത്തികളും. ഖജാന സബിക്ക് പാസ്. ബാബ പറയുന്ന എല്ലാവരുടെ അരികിലും ഖജനാവുകളുണ്ട്, സമ്പത്തുണ്ട്. അത് ശക്തിയോ ജ്ഞാനോ ഗുണോ എല്ലാത്തിൻ്റെയും. एक मास से स्टडी करने वाला भी ज्ञान का खजाना ऐसे ही वर्णन करता है जैसे 50 वर्ष वाले वर्णन करते. ഉദാഹരണത്തിന് ബാബ പറയാണ്, ഒരു മാസം ജ്ഞാനം നേടി ജ്ഞാനം പഠിച്ചിരിക്കുന്ന കുട്ടിയും ജ്ഞാനത്തിൻ്റെ ഖജനാവുകളെ കുറിച്ച് അത്രയും വർണ്ണിക്കും. എങ്ങനെ വർണ്ണിക്കും? 50 വർഷത്തിൽ നിന്നും ജ്ഞാനം നേടിയവർ എങ്ങനെ ജ്ഞാനം വർണ്ണിക്കുന്നു അതുപോലെ തന്നെ വർണ്ണിക്കും. अगर एक एक गुण पर शक्तियों पर भाषण करने के लिए कहे तो बहुत अच्छा भाषण कर सकते. ഒരു ഗുണത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ പ്രഭാഷണം ചെയ്യുന്ന ആവശ്യപ്പെട്ടാലും അവർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രഭാഷണം നടത്തും. ബുദ്ധി മേഹേ തപ്തോ കർ സക്തേ ന. അത്രയും ബുദ്ധിയിൽ ജ്ഞാനം ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. तो खजाना सबके पास है, ബാക്കി അന്തർ ക്യാ ഹോ ഗയാ. അപ്പോൾ ബാബ പറഞ്ഞ സമ്പത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും കിട്ടിയതിൽ ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇത്രമാത്രം അന്തരം എന്തുകൊണ്ടാ? नंबर 1 सौदागर खजाने को स्व के प्रति मनन करने से कार्य में लगाते. नंबर 1 വ്യാപാരി, സമ്പത്തിൻ്റെ വ്യാപാരി എന്ന് ബാബ ആരെയാ പറയാം? ആരാണോ സമ്പത്തിനെ സ്വയമിൻ്റെ പ്രതി മനനം ചെയ്ത് ശേഷം കാര്യത്തിൽ ഉപയോഗിക്കുന്നത്, പ്രാക്ടിക്കലാക്കുന്നത്. ഉസി അനുഭവക്ക് അതോറിറ്റീസ്. കാര്യത്തിൽ കൊണ്ടുവരുമ്പോൾ അനുഭവം ഉണ്ടാകും. ആ അനുഭവത്തിൻ്റെ അധികാരത്തിലൂടെ അനുഭവി ബൻ ദൂസറോക്കോ ബാണ്ട്തേ ഹെ. സ്വയം അനുഭവിയായിരുന്ന് മറ്റുള്ളവർക്കും അതിന് പങ്കുവെക്കുന്നത്, ഷെയർ ചെയ്തു കൊടുക്കുന്നത്. കാര്യമേ ലഗാന അർത്ഥാത് ഖജാനക്കോ ബഡാന. ഞാൻ ബാബയിൽ നിന്ന് എന്ത് നേടിയോ അത് മറ്റുള്ളവർക്ക് ആ അനുഭവത്തിൻ്റെ ആധാരത്തിൽ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. അർത്ഥം എന്താണ്? അതോ അതിന് പ്രാക്ടിക്കലാക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? എന്നിലെ ഖജനാവ് വർദ്ധിക്കുക. ഏകേ സിർ വർണ്ണൻ കർണേ വാലെ ദൂസരേ ഹെ മനൻ കർണേ വാലെ. ബാബയുടെ കുട്ടികൾ 2 പ്രകാരത്തിലുണ്ട്. ഒന്ന് കേവലം ജ്ഞാനിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നവർ, എന്നാൽ രണ്ടാമത്തെ പ്രകാരത്തിൽ അതിനെ മനനം ചെയ്യുന്നവർ. तो मनन करने वाले जिसको भी देता वो स्वयं अनुभवी होने के कारण दूसरों को भी अनुभवी बना सकते. ആരാണോ ജ്ഞാനത്തെ മനനം ചെയ്യുന്നവർ അവർ ആ ജ്ഞാനത്തിന് സ്വയം അനുഭവിയായിത്തീരും. ആ അനുഭവിയുടെ ആധാരത്തിലൂടെ മറ്റുള്ളവരെയും അവരെന്താക്കി മാറ്റും? അനുഭവിയാക്കി മാറ്റും. വർണ്ണൻ കർണേ വാലെ ദൂസറോ കോ ഭി വർണ്ണൻ കർണേ വാല ബനാ ദേത്താ. അതേസമയത്ത് കേവലം ജ്ഞാനം വർണ്ണിക്കുന്നവരാണെങ്കിലോ മറ്റുള്ളവരെയും വർണ്ണിക്കുന്നത്ര മാത്രമേ അവരെ തയ്യാറാക്കുകയുള്ളൂ. മഹിമ കർത്തേ രഹേംഗെ ലേക്കിൻ അനുഭവി നഹി ബനേംഗെ. മഹിമകൾ പാടിക്കൊണ്ടിരിക്കും, പക്ഷെ അനുഭവി ആവുകയില്ല.
സ്വയം മഹാൻ നഹീ ബനേങ്കെ, അവർക്ക് സ്വയം മഹാനായി മാറാൻ പറ്റുകയില്ല. പകരം അവരെന്താകും? മഹിമ കർണേ വാലെ ബനേങ്കെ, മറ്റുള്ളവരുടെ മഹിമകൾ പറയുന്നത്ര യോഗ്യരെ അവർക്കാകാൻ പറ്റുള്ളൂ. സ്വയം മഹാനാകാൻ പറ്റുകയില്ല, പക്ഷെ അവർക്ക് എന്താകാൻ പറ്റുള്ളൂ? മറ്റുള്ളവരെ പറ്റി മഹിമകൾ പറയുക മാത്രമാണ്. तो नंबर 1 अर्थात मनन शक्ति से खजाने के अनुभवी बनाने वाले. അതുകൊണ്ട് ബാപ്പണ് നമ്പർ 1 ആകുന്നതിൻ്റെ അർത്ഥം എന്താണ്? ബാബയിൽ നിന്ന് നേടിയ ജ്ഞാനത്തെ മനനശക്തിയിലൂടെ ആ ഖജനാവുകളുടെ അനുഭവികളായി മറ്റുള്ളവരെയും അനുഭവികളാക്കി മാറ്റുക. അതിൻ്റെ അർത്ഥം കൂടി ബാബ പറയുന്നുണ്ട്. ദൂസറോं को भी धनवान बनाने वाले, തന്നെ പോലെ മറ്റൊരാളെയും ധനവാനാക്കി മാറ്റുക. സ്ഥൂലമായ ധനവാനല്ല. इसलिए उनका खजाना सदा बढ़ता जाता. ആരാത്തരത്തിൽ മറ്റുള്ളവരെയും തനിക്ക് സമാനം ശ്രേഷ്ഠരാക്കി മാറ്റുന്നോ, അനുഭവികളാക്കി മാറ്റുന്നോ, അപ്പോൾ അവരിലെന്താകും? അവരുടെ ഖജനാവ് സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കും. और समय प्रमाण स्वयं प्रति दूसरों के प्रति कार्य में लगाने से, കൂടാതെ സ്വയമിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി സമയാനുസാരം നേടിയിരിക്കുന്ന സമ്പത്തിനെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ സഫലതാ സ്വരൂപ് സദാ രഹത്തെ, ആ ആത്മാക്കൾ സദാ സഫലതാ സ്വരൂപരായിരിക്കും. സിർഫ് വർണ്ണൻ കർണേ വാലെ ദൂസറോं को भी धनवान नहीं बना सकेगा. അല്ലാതെ കിട്ടിയ ജ്ഞാനത്തെ അഥവാ സമ്പത്തുകളെ വർണ്ണിക്കുന്നവർ മറ്റുള്ളവരെ ധനവാനാക്കാൻ പറ്റുകയില്ല. അപ്പനെ പ്രതി ഭി സമയ പ്രമാൺ ജോ ശക്തി ജോ ഗുൺ, അതുപോലെ സ്വയമിന് വേണ്ടിയാണെങ്കിലും സമയത്തിനനുസരിച്ച് നേടിയ ശക്തിയെയോ അഥവാ ബാബയിൽ നിന്ന് നേടിയ ഗുണത്തെയോ അഥവാ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാതാകുന്നു. वो समय पर नहीं कर सकते. ആഗ്രഹിച്ചാൽ പോലും സമയത്തിൽ നേടിയ സമ്പത്തുകളെ ഉപയോഗിക്കാൻ പറ്റാതാകുന്നു. इसलिए खजाने के भरपूर स्वरूप का सुख और दाताबन देने का अनुभव नहीं कर सकते. ജ്ഞാനിയായിട്ടും ബ്രാഹ്മണക്കുട്ടിയായിട്ടും നേടിയ ഖജനാവിൻ്റെ നിറഞ്ഞ സ്വരൂപത്തിൻ്റെ സുഖത്തിൻ്റെ അനുഭവമാകട്ടെ അതൊരു ദാതാവിൻ്റെ രൂപത്തിലുള്ള അനുഭവമാകട്ടെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ധൻ ഹോത്തേ ബി ധൻ സെ സുഖ് നഹീ ലേ സക്തെ. സമ്പത്തുണ്ട്, ധനമുണ്ട്, പക്ഷെ അതിൻ്റെ സുഖം അനുഭവിക്കാൻ അവർക്ക് പറ്റുകയില്ല. ശക്തി ഹോത്തേ ബി സമയപ്പ ശക്തി ദ്വാര സഫലത പാ നഹീ സക്തെ. ശക്തി ഉണ്ട്, പക്ഷെ സമയത്തിൽ ആ ശക്തിയിലൂടെ എന്ത് സഫലത അനുഭവിക്കണോ അതും അവർക്ക് ഉണ്ടാവാൻ സാധ്യമല്ല. ഗുണ ഹോത്തേ ബി സമയ പ്രമാൺ ഉസ് ഗുൺ കോ യൂസ് നഹീ കർ സക്തെ. അവരിൽ ഗുണമുണ്ട്, പക്ഷെ സമയത്തിൽ ആ ഗുണത്തെ ഉപയോഗിക്കാൻ സാധിക്കാതാകും. സിർ വർണ്ണൻ കർ സക്തെ. ആ സമയത്തും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? കേവലം വർണ്ണിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ധൻ സബ്സെ പാസ് ഹേ, ലേക്കിൻ ധൻ കാ സുഖ് സമയ പർ യൂസ് കർനെ സെ അനുഭവ ഹോത്ത. സമ്പത്ത് എല്ലാവരുടെ പക്കലും ഉണ്ട്, പക്ഷെ സമയത്തിൽ അത് ഉപയോഗിക്കപ്രദമാകുമ്പോൾ മാത്രമല്ലേ ആ ധനത്തിൻ്റെ സുഖം അനുഭവിക്കാൻ പറ്റൂ. जैसे आजकल के समय में भी कोई विनाशी धनवान के पास भी धन बैंक में होगा, अलमारी में भी होगा, तकिए के नीचे होगा, ना खुद कार्य में लगाएगा ना औरों को लगाने देगा. ബാബ പറഞ്ഞു തരുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്തിൽ വിനാശി ധനവാന്മാരുടെ അരികിൽ ധാരാളം സമ്പത്തുണ്ട്. ബാബ പറഞ്ഞു തരുന്ന ബാബ എല്ലാം കാണുന്നു എന്നുള്ളതാണ് വാസ്തവികത. അതായത് ബാങ്കിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അളമാരികളിലും വെച്ചിട്ടുണ്ട്. കൂടാതെ ബാബ പറഞ്ഞു തരുന്ന തലയണ അഥവാ കട്ടിലിൻ്റെ അടിയിൽ ബെഡിൻ്റെ അടിയിലും ചിലരൊക്കെ ധനം സൂക്ഷിക്കാറുണ്ട്. നാക്കുത് കാര്യമേ ലായിക, അവർക്ക് കാര്യത്തിൽ ഉപയോഗിക്കാനും പറ്റില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല. നാ സ്വയം ലാഭ് ലേക നാ ദൂസറോं को ലാഭ് ദേക. ബാബ പറയുന്ന സ്വയം അതിൻ്റെ ലാഭം എടുക്കുന്നില്ല, മറ്റുള്ളവർക്ക് അതിൻ്റെ ലാഭം എടുക്കാനും പറ്റുകയില്ല. തോ ധൻ ഹോത്തേ ബി സുഖ് തോ നഹീ ലിയാ ന. പേരിന് എന്തുണ്ട്? പണമുണ്ട്, പക്ഷെ അതിൻ്റെ സുഖം അനുഭവിക്കാൻ അവർക്ക് പറ്റുകയില്ല.
തക്കിയ के नीचे ही रह जाएगा खुद चला जाएगा. ബെഡിൻ്റെ അടിയിൽ വെച്ചപ്പാണ് അവിടെ തന്നെ ആയിപ്പോവും. ആള് എന്തായിട്ടുണ്ടാവും, മരിച്ചു പോകും. तो ये वर्णन करना अर्थात यूज ना करना सदा गरीब दिखाई देगा. അതുപോലെ ബാബ പറയുന്ന ജ്ഞാനത്തിൻ്റെ സമ്പത്താകട്ടെ, ശക്തി, അതായത് ബാബ നൽകിയിരിക്കുന്ന എന്തെല്ലാം സമ്പത്ത് എൻ്റേതായിട്ട് ഈ സംഗമയുഗത്തിലുണ്ടോ, ബാബ പറയുന്ന സമയത്തിൽ ഞാനതിനെ കാര്യത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ കേവലം വർണ്ണിക്കുക മാത്രമായി പോകും. ബാബ പറയുന്ന എപ്പോഴും ദാരിദ്ര്യം കാണപ്പെടും. ये धन भी अगर स्वयं प्रति व दूसरों प्रति समय प्रमाण യൂസ് नहीं करते. ബാബയിൽ നിന്ന് നേടിയിരിക്കുന്ന ധനസമ്പത്ത് സ്വയമിൻ്റെ പ്രതിയോ മറ്റുള്ളവരുടെ പ്രതിയോ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ സിർഫ് ബുദ്ധിമേ റക്കാ ഹെ, കേവലം അതിന് ഞാൻ മാത്രം സൂക്ഷിച്ചു ബുദ്ധിയിൽ വെച്ചു. നാ സ്വയം അവിനാശി ധൻ കെ നശേമേ. ബ്രാഹ്മണർ ചിലവരുണ്ടാവുമല്ലോ, ബാബയുടെ ജ്ഞാനത്തിൻ്റെ അവിനാശി ലഹരിയും അവർക്ക് ഉണ്ടാവില്ല. ഖുഷി മേ രഹത്തെ നാ ദൂസറോं को देख सकते. അവർ സ്വയം സന്തുഷ്ടരായിരിക്കില്ല, അതുപോലെ മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഇങ്ങനെയും ബ്രാഹ്മണരുണ്ടാവും. സദാ ഹി ക്യാ കരേ കൈസേ കരേ ഇസ് വിധി സെ ചലത്തെ രഹേഗ. അവർക്കൊരു സ്വസ്ഥത ഉണ്ടാവുകയില്ല. മുഴുവൻ ദിവസവും അവരുടെ ചിന്ത എന്തായിരിക്കും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള ചിന്തയിൽ തന്നെ എന്താകും, ബാബ പറയുന്ന മുഴുവൻ ദിവസം നീങ്ങിക്കൊണ്ടിരിക്കും. ഇസ്ലേ ദോ മാലായി ഹോജാത്ത്. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് 2 പ്രകാരത്തിലുള്ള മാല തയ്യാറായത്. വോ മനൻ കർണേ വാലി വസ് വർണ്ണൻ കർണേ വാലി. ഒരു മാല ബാബ പറയുന്ന മനനം ചെയ്യുന്ന കുട്ടികളുടെ, മറ്റൊന്നത് വർണ്ണിക്കുന്ന കുട്ടികളുടെ. തോ കോൺസേ സൗദാഗർ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ എങ്ങനെയുള്ള വ്യാപാരികളാണ്? നമ്പർ 1 വാലെ യാ ദൂസരെ നമ്പർ വാലെ. നമ്പർ 1 ആകുന്നവരാണോ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിൽ വരുന്നവരാണോ? ഇസ് ഖജാനെ കാ കണ്ടീഷൻ യേ ഹെ. ബാബ പറയുന്ന എല്ലാ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതും ഇത്ര അളന്നൊന്നും ബാബ നൽകിയതല്ല. ബാബ മുഴുവനായിട്ടും മക്കളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ജിത്തന ഔറോं को देंगे जितना कार्य में लगाएंगे उतना बढ़ेगा. എത്രമാത്രം മറ്റുള്ളവർക്ക് നൽകുന്നു, എത്രമാത്രം നിങ്ങൾ കാര്യത്തിൽ അതിനെ ഉപയോഗപ്രദമാക്കുന്നു, അത്ര നിങ്ങളിൽ വർദ്ധിക്കും. വൃദ്ധി ഹോനേക്ക് വിധി യേ ഹെ. വൃദ്ധിയാകാനുള്ള വിധി ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും ഇപ്പം ജ്ഞാനം കൊടുക്കാൻ പറ്റണമെന്നില്ല, അതും അതിന് സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പല യുക്തികളും നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ബാബ എപ്പോഴും പറയാറുണ്ട്, വലിയ ബോർഡ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്കൊരാൾക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള ബോർഡ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ, ധാരാളം അത്തരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ, അതിലൂടെ അവർ കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ, അതിൻ്റെ ആധാരത്തിൽ അവർ ആ നമ്പറിലേക്ക് കോൾ ചെയ്യും, ഇതിനെപ്പറ്റി അറിയണം. അതും കൂടി എന്താണ്, ഞാൻ അവർക്ക് എന്നിലൂടെയാണ് ആ ബോർഡ് വെച്ചതെങ്കിൽ അത്തരത്തിലൊരു സേവനം നടക്കും. മൗത്ത് ടു മൗത്ത് എനിക്ക് ബാബയുടെ ജ്ഞാനം കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമുക്ക് പറയാം, സിസ്റ്റർ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കട്ടൗട്ട് വെക്കുകയാണെങ്കിൽ, അഥവാ അത്തരത്തിലുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ അനേകർക്ക് ബാബയുടെ സന്ദേശം. കാരണം ഇന്ന് എല്ലാവരും അത്തരത്തിൽ നരകവേദനയിലാണ് ജീവിതം മുന്നോട്ട് കാണുമ്പോൾ എല്ലാവരും സുഖത്തിലാണെന്ന് തോന്നുമെങ്കിലും എല്ലാവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. പണം കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നമാണ് അതൊക്കെ. അപ്പോൾ അതിനകറ്റാൻ നമ്മൾ അത്തരത്തിലുള്ള ഉപായങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ നിമിത്താകണം, നമുക്ക് സ്വയം തോന്നണം നമ്മൾ ചെയ്യണം എന്നുള്ളത്. അല്ലാണ്ട് ഡെയിലി മുരളി കേൾക്കാൻ പോവുക, സ്വയമിന് വേണ്ടി മാത്രം അങ്ങ് തിന്നുകൊണ്ടിരിക്കുക, ബാക്കി ആർക്കും ഒരു സേവനം ചെയ്തില്ലെങ്കിൽ ബാബ പറഞ്ഞതുപോലെ ജസ്റ്റ് വർണ്ണിക്കുക മാത്രം. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞിത്രയാണ്, അഭിവൃദ്ധി ഉണ്ടാവേണ്ടി കൊടുത്താലല്ലേ അഭിവൃദ്ധി ഉണ്ടാവൂ. ദൂസരയ്ക്ക് സേവ കർണേ മേ ബി വൃദ്ധി നഹി. അതായത് ബാബ പറഞ്ഞിത്രയാണ്, ഇസ്മേ വിധി കോ നാ അപ്നാനെ കാരണം സ്വയം മേ ബി വൃദ്ധി നഹി. ബാബ പറയുന്നത് ഈ ഒരു വിധിയെ നമ്മൾ
പ്രാക്ടിക്കലാക്കാത്തത് കാരണം കൊണ്ടാണ് സ്വയമിൽ യാതൊരു വൃത്തിയില്ല. പേരിന് മാത്രം നമ്മൾ 10-25 വർഷജ്ഞാനത്തിലുണ്ട്, പക്ഷെ എന്നും നമ്മളിങ്ങനെ വാടിയ മുഖത്തിലും എപ്പോഴും ടെൻഷനും എപ്പോഴും സംശയവും എപ്പോഴും അസൂയും ഇതൊക്കെ ആയിട്ടാണ് നടക്കുന്നെങ്കിൽ ഇപ്പോൾ ബാബ പറഞ്ഞിത്രന് എന്നിലും യാതൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബാബ പറഞ്ഞിത്രന് സേവനത്തിലും അഭിവൃദ്ധി ഉണ്ടാവില്ല. സംഖ്യാക്കി വൃദ്ധി നഹി കർ രഹേ ഹെ. ബാബ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകണം, സംഖ്യ അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് കാര്യമില്ല. സമ്പൻ ബനാനയ്ക്ക് വൃദ്ധി. ബാബ പറയണ തയ്യാറായിരിക്കുന്ന ആത്മാക്കൾ എന്താകണം, സമ്പന്നരാക്കി മാറ്റണ്ടേ. പേരിനൊരു 60 ആളുണ്ട് 100 ആളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൈ സ്റ്റുഡൻറ്റ് സംഖ്യാമേത്തോ ഗിൻതിമേ ആത്തേ. ബാബ പറയണ ചിലപ്പോഴങ്ങനെയാണ്, സംഖ്യയ്ക്ക് വേണ്ടി മാത്രം ബാബ പറയണ ധാരാളം വിദ്യാർത്ഥികളായിട്ട് വരും. ലേക്കിൻ അബ് തക് ഭി കേത്തെ രഹത്തെ സമജ് മേ നഹി ആത്താ യോഗ് ക്യാ ഹെ. ഇപ്പോൾ 10-12 വർഷമായാലും ചിലപ്പോൾ പറയുന്നവരുണ്ട്, യോഗ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ബാബാക്കോ യാദ് കൈസേ കരെ. എങ്ങനെയാണ് ബാബയെ ഓർമ്മിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പം ഈ ശക്തിനെഹി ബാബ പറയണ ഇപ്പോൾ വരുന്ന ആത്മാക്കളിൽ ആ ശക്തി ഒന്നും ഇല്ല. അത്രയും ബാബയുടെ ശ്രീമതം പാലിച്ച് ബാബ എന്തൊക്കെ വാഗ്ദാനം ചെയ്ത അതൊക്കെ പെർഫെക്റ്റാണ്, അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ അതിന് ബാബ പറയുന്ന കണ്ടീഷൻസ് ഇല്ലേ. ബാബയുടെ കുട്ടിയായി ജീവിതം തന്നെ മാറണം. രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ തന്നെ നമ്മളിലെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പണ്ട് ഞാൻ രാത്രി 3 മണിക്ക് ഉറങ്ങും, പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് എഴുന്നേൽക്കും. ഇപ്പോഴും അതേ ശീലമാണെങ്കിൽ ബാബയുടെ കുട്ടിയായിട്ട് എനിക്ക് ശക്തി പ്രാപ്തമാവണ്ടേ, എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ നമ്മുടെ ടൈം ടേബിൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, നമ്മുടെ ജീവിത ശൈലി ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓട്ടോമാറ്റിക്കൽ നടക്കും. ബാബയോട് അത്രയും ബാബയുമായിട്ട് അടുക്കുമ്പോൾ, ബാബയുടെ ജ്ഞാനം നമ്മളിൽ നിറയുമ്പോൾ, അല്ലെങ്കിൽ ബാബ പറഞ്ഞിത്തരണ ഇന്ന് വരുന്ന ആത്മാക്കളിൽ ആ ശക്തിയില്ല, അത്രയും ധാരണസ്വരൂപരാകാൻ അവർക്ക് പറ്റുകയില്ല. തോ സ്റ്റുഡൻറ്റ് കി ലൈൻ മേ തോ ഹേ. ശരി, ബാബ പറയുന്ന വിദ്യാർത്ഥികളാണ് എന്ന് ആ ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്താം. രജിസ്റ്റർ മേ നാം ഹേ. ഇവിടുത്തെ രജിസ്റ്ററിൽ അവർ പേരുണ്ടാകാം. ലേക്കിൻ ധനവാൻ തു നഹി ബനാന. പക്ഷെ ജ്ഞാനത്തിൻ്റെ ആ സമ്പത്ത് എന്ന് പറയുന്നത്, ധനവാൻ എന്ന് പറയുന്നത് അവർക്കാകാൻ പറ്റില്ലല്ലോ. മാങ്തി ഹി രഹേഗ. അങ്ങനെയുള്ള ആത്മാക്കൾ എപ്പോഴും മനസ്സുകൊണ്ട് അതോ വാക്കുകൊണ്ട് യാചിച്ചുകൊണ്ടേയിരിക്കും. കബി കൊയ് ടീച്ചർ കെ പാസ് ആയേഗ. ചിലപ്പോഴൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയും, എന്നെ കുറച്ച് സഹായിക്കണം, ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയും. കബി ബാബ്സെ റൂഹ് റിഹാൻ കരേഗ മദദ് ദേ ദോ. ചിലപ്പോൾ ബാബയുടെ മുന്നിൽ പോയിട്ട് ബാബയുമായിട്ട് ആത്മീയ സംഭാഷണം നടത്തും. ബാബ എന്നെ ഒന്ന് സഹായിക്കണേ, രക്ഷിക്കണേ എന്നൊക്കെ പറയും. തോ ഭർപൂർ തോ നഹി ഹുവാന. ബാബ പറഞ്ഞ അങ്ങനെ ഒരു സങ്കല്പം പോലും ബ്രാഹ്മണ കുട്ടികളിൽ വരരുത്. അതിൻ്റെ അർത്ഥം എന്താ? ബാബ പറഞ്ഞ ഇനിയും നിറഞ്ഞിട്ടില്ല, സമ്പന്നായിട്ടില്ല. ജോ സ്വയം അപ്നെ പ്രതി മനൻ ശക്തി സെ ധൻ കോ ബടാത്താ ഹെ വ ദൂസരോं को भी धन में आगे बढ़ा सकता है. ബാബ പറയുന്ന ആരാണ് സ്വയമിൻ്റെ പ്രതി മനനശക്തിയിലൂടെ സ്വയം നേടിയിരിക്കുന്ന സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നത്, അവർക്ക് മാത്രമേ മറ്റുള്ളവരിലും ധനത്തിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ. മനൻ ശക്തി അർത്ഥാത് ധൻ കോ ബടാന. മനനശക്തി ബാബയിൽ നിന്ന് നേടിയതിനെ മനനം ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എല്ലാ സമ്പത്തുകളുടെ അഭിവൃദ്ധി നമ്മളിൽ ഉണ്ടാകും. തോ ധനവാൻ കി ഖുഷി ധനവാൻ കാ സുഖ് അനുഭവ കർണ. അതുകൊണ്ട് ബാബയിൽ നിന്ന് നേടിയിരിക്കുന്ന എന്തെല്ലാം ഖജനാവുണ്ടോ ആ ധനവാന്റെ സന്തോഷം, ആ സുഖത്തിൻ്റെ അനുഭവം ഞാൻ ചെയ്യണം. സംജ? ബാബ ചോദിക്കണം, മനസ്സിലായില്ലേ? മനൻ ശക്തി കാ ബഹുത് മഹത്വേ. ബാബ പറയണ കേട്ട ജ്ഞാനത്തെ മനനം ചെയ്യുക, അതിന് വളരെയധികം മഹത്വമുണ്ട്. പെഹ്ലെ ബി തോട ഇഷാര സുനായ. മനനശക്തിയെക്കുറിച്ച് ബാബ മുന്നേ തന്നെ കുറച്ച് സൂചനകൾ നൽകിയതായിരുന്നു. और भी मनन शक्ति के महत्व को आगे सुनाएंगे. ഇനിയും കൂടുതൽ മനനശക്തിയെക്കുറിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിക്കാം. ചെക്ക് करने का काम देते रहते. ബാബ സ്വയമിനെ പരിശോധിക്കാനുള്ള കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്.
रिजल्ट आउट हो और फिर आप कहो कि हमें तो पता नहीं. ബാബയുടെ റിസൾട്ട് ഔട്ടാവുന്ന ദിവസമായിരിക്കും മാർക്ക് ഇത്ര ഇങ്ങനെ കുറഞ്ഞു എന്നറിയാം. അപ്പോൾ ബാബ പറയണ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ പറയരുതല്ല ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. ഏ ബാധത്തോ ബാബ്ദാദാനെ കഹി നഹി തി. ബാബ ഇതൊന്നും മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്ലേ റോസ് സുനാത്തെ. അതുകൊണ്ടാണ് ബാബ ഡെയിലി മക്കൾക്ക് എങ്ങനെയാണ് നമ്മൾ സ്വയം സഫലമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ബാബ പറഞ്ഞു തരുന്നത്. ചെക്ക് കർണ അർത്ഥ ചേഞ്ച് കർണ. ചെക്ക് ചെയ്താൽ മാത്രം പോരാ. ബാബ പറയണ സ്വയമിനെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താ? സ്വയമിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം നോക്കൂ, ബാബ ഇന്നത്തെ മുരളിയിൽ എങ്ങനെ നമ്മൾ ധനത്തെ, എങ്ങനെ നമ്മൾ മനസ്സിനെ, എങ്ങനെ നമ്മൾ ശരീരത്തെ, എങ്ങനെ നമ്മൾ സംബന്ധത്തെ ബാബയുമായിട്ട് കരാറ് വെക്കണം, കച്ചവടം നടത്തണം. ബാബ ബിസിനസ്സുകാരനാണ്. അതുപോലെ നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സുകാരനാകേണ്ടത്, സമ്പത്ത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്, അതിനുള്ള വിധി ബാബ പറഞ്ഞുതരും. അച്ഛാ, ബാബ ഈസ്റ്റേൺ സോണിലുള്ള കുട്ടികളോട് മുലാഖാത്ത് നടത്തിയിട്ടുണ്ട്. സൂര്യോദിക്കുന്നത് പോലെ അവരും കൂടി ലോകത്തിൻ്റെ അജ്ഞാനതയുടെ ഇരുട്ടിനെ മാറ്റുന്നവരാണവർ, ജ്ഞാനസൂര്യൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്താൽ. അത്തരത്തിലുള്ള വിശേഷാത്മാക്കളാണ് ഈസ്റ്റേൺ സോണിലുള്ളവരെന്ന് ബാബ പറഞ്ഞിരിക്കുന്നു. ബാബ നമസ്തേ പറയാണ്. സർവശ്രേഷ്ഠ സൗദാഗർ ആത്മാവോं को सदा सर्व खजानों को समय प्रमाण कार्य में लगाने वाले महान विशाल बुद्धिवान बच्चों को. സർവശ്രേഷ്ഠ ബിസിനസ്സുകാരായിരിക്കുന്ന ആത്മാക്കൾക്ക് സദാ സർവസമ്പത്തുകളെ സമയത്തിൽ കാര്യത്തിൽ വിനിയോഗിച്ച് മഹാൻ വിശാല ബുദ്ധിവാനായിരിക്കുന്ന മക്കൾക്ക് സദാ സ്വയം को और सर्व को संपन्न अनुभव कर अनुभवी बनाने वाले, സദാ സ്വയമിനെയും അതുപോലെ സർവരെയും സമ്പന്നരാക്കി അനുഭവം ചെയ്ത് അനുഭവികളാക്കി മാറ്റുന്ന അനുഭവ് കി അതോറിറ്റി വാലെ ബച്ചോं को, അനുഭവത്തിൻ്റെ അതോറിറ്റിയുള്ള കുട്ടികൾക്ക് ഓൾമൈറ്റി അതോറിറ്റി ബാബ്ദാദാ കാ യാദ് പ്യാർ ഔർ നമസ്തേ. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേ. അപ്പോൾ ബാബ എങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമസ്തേ പറഞ്ഞിരിക്കുന്നത്? ശ്രേഷ്ഠ വ്യാപാരികളായിരിക്കുന്ന ആത്മാക്കൾക്ക് സർവ ഖജനാവുകളെയും സമയത്തിൽ കാര്യത്തിൽ ഉപയോഗിക്കുന്ന മഹാൻ വിശാല ബുദ്ധിവാന്മാരായിരിക്കുന്ന കുട്ടികൾക്ക് സദാ സ്വയമിനെയും സർവരെയും സമ്പന്നമായി അനുഭവം ചെയ്യിപ്പിച്ച് അനുഭവികളായി മാറുന്ന അനുഭവത്തിൻ്റെ അതോറിറ്റി ഉള്ള മക്കൾക്ക് ഓൾമൈറ്റ് അതോറിറ്റി ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേ. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. इनते वरदान. संगम युग पर हर कर्म कला के रूप में करने वाले 16 कला संपन्न भव. സംഗം യുഗത്തിൽ ഓരോ കർമ്മത്തെയും കലയുടെ രൂപത്തിൽ ചെയ്യുന്ന, സംഗം യുഗത്തിൽ ഓരോ കർമ്മത്തെയും കലയുടെ രൂപത്തിൽ ചെയ്യുന്ന 16 കല സമ്പന്നനായി ഭവിക്കൂ. 16 കല സമ്പന്നനായി ഭവിക്കൂ. വിശദീകരണം. സംഗം യുഗ വിശേഷ് കർമ്മരൂപി കലാ ദിക്കാനെ കാ യുഗ ഹെ. സംഗം യുഗം എന്നത് വിശേഷമായും കർമ്മമാകുന്ന കലയെ പ്രത്യക്ഷപ്പെടുത്താനുള്ള യുഗമാണ്. ഈ സംഗം യുഗത്തിലാണ് കർമ്മമാകുന്ന കലയെ നമ്മൾ തെളിയിക്കാനുള്ള യുഗമാണ്. ജിൻകാ ഹർ കർമ്മ കലാ കെ രൂപ് മേ ഹോത്ത. ആരുടേതാണോ ഓരോ കർമ്മവും കലയുടെ രൂപത്തിൽ നടക്കുന്നത്, ഉൻകെ ഹർ കർമ്മ കാ വ ഗുണോ കാ ഗായൻ ഹോത്ത. ആരുടേതാണോ ഓരോ കർമ്മവും കലയുടെ രൂപത്തിൽ ചെയ്യുന്നത്, അവരുടെ ഓരോ കർമ്മത്തിൻ്റെയും ഗുണങ്ങളുടെയും ഗായനം ഉണ്ടാകുന്നു.
16 कला संपन्न अर्थात हर चलन संपूर्ण कला के रूप में दिखाई दे. അപ്പോൾ 16 കല സമ്പൂർണർ എന്നതിൻ്റെ അർത്ഥം എന്താ? സമ്പന്നർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ഓരോ നടപ്പും സമ്പൂർണ്ണ കലയുടെ രൂപത്തിൽ കാണപ്പെടണം. ഓരോ നടപ്പ്, പെരുമാറ്റം അല്ലേ? അപ്പോൾ നമ്മളുടെ നോട്ടം, വാക്ക്, പെരുമാറ്റം, നടപ്പ് എല്ലാം അതിൽ ഉൾക്കൊള്ളും. അപ്പോൾ എല്ലാം ഏത് രൂപത്തിലുണ്ടാണ്? കലയുടെ രൂപത്തിൽ കാണപ്പെടണം. ഇത് തന്നെയാണ് സമ്പൂർണ്ണ സ്ഥിതിയുടെ ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് സമ്പൂർണ്ണ സ്ഥിതിയുടെ ലക്ഷണങ്ങൾ. जैसे साकार के बोलने चलने सभी में विशेषता देखी. ഇതുപോലെ സാകാര ബ്രഹ്മഭാവി ഉണ്ടായപ്പോൾ അവരുടെ വാക്കുകളിൽ, അവരുടെ നടപ്പിൽ എല്ലാത്തിലും വിശേഷത കാണപ്പെട്ടു, ഒരു പുതുമ കാണപ്പെട്ടു. तो ये कला हुई, അതായിരുന്നു കല. പ്രത്യേകത അതിൽ കാണപ്പെടുമായിരുന്നു. उठने बैठने की कला, देखने की कला, चलने की कला थी. എന്തൊക്കെ കാണപ്പെട്ടിരുന്നു ബാബയിൽ, ബ്രഹ്മഭാവിയിൽ? ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും ഒരു കല കാണപ്പെട്ടു. അവരുടെ നോട്ടത്തിലും ഒരു വിശേഷത കാണപ്പെട്ടു. അവരുടെ നടപ്പിലും പെരുമാറ്റത്തിലും കലകൾ കാണപ്പെട്ടിരുന്നു. സബീ മേ ന്യാരാപ്പൻ और വിശേഷത थी. അവരുടെ എല്ലാ കർമ്മത്തിലും ഒരു വേറിട്ട സ്ഥിതിയും ഒരു വിശേഷതയും കാണുമായിരുന്നു. तो ऐसे फॉलो फादर के 16 कला संपन्न बनो. അത്തരത്തിൽ ഫോളോ ചെയ്ത്, സാകാര ബാബയെ ഫോളോ ചെയ്ത് 16 കല സമ്പന്നരായി മാറണം. അല്ലാണ്ട് ഡാൻസ്, പാട്ട്, ആ കലയല്ല ബാബ പഠിപ്പിക്കുന്നത് അല്ലേ? അത് നാച്ചുറലി ലോകത്തിലുണ്ടാകുന്നതാണ്. പക്ഷേ ബാബ ഇവിടെ നമ്മൾ ഏത് കലയാണോ നമ്മൾ നഷ്ടപ്പെട്ടു പോയത് അത് ബാബ പഠിപ്പിക്കാം. അതാണ് നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്. സ്ലോഗൻ पावरफुल वो है जो फौरन परख कर फैसला कर दे. ആരാണോ കാര്യത്തെ പെട്ടെന്ന് നിർണയിച്ച് തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് അവരാണ് പവർഫുൾ അഥവാ ശക്തിശാലികൾ. ആരാണോ കാര്യത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും ഉടനെ തീരുമാനം എടുക്കുന്നത് അവരാണ് പവർഫുൾ, ശക്തിശാലി. അച്ഛാ, ഓം ശാന്തി. പിന്നത്തെ മഹാവാക്യം വളരെയധികം നമുക്ക് ഊർജം നൽകുന്നതാണ്, എനർജി നൽകുന്നതാണ് അല്ലേ? കാരണം ബാബ ആദ്യ ദിവസത്തിൻ്റെ സ്മൃതി നമുക്ക് ഉണർത്തി. ബാബയ്ക്ക് എങ്ങനെയാണ് ബാബയുമായിട്ട് ഞാൻ കച്ചവടം ഉറപ്പിച്ച ദിനത്തെ അല്ലേ? ബാബ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ നൽകിയത്, തിരിച്ചെന്താ നിങ്ങൾ നേടിയത് എന്നുള്ളത്. ആ ഒറ്റ പോയിന്റിൽ ബാബ എത്രമാത്രം കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബാബയിൽ ഒറ്റ കാര്യം പറഞ്ഞു, ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഹൃദയം നൽകിയെന്ന് നിങ്ങൾ പറയുമ്പോഴും എനിക്ക് നിങ്ങൾ ഹൃദയം നൽകിയപ്പോഴെങ്ങനെയുള്ള ഹൃദയമാണ് നൽകിയത്? ഇന്ന് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ തന്നെ നോക്കേണ്ടതായിട്ട് വരും അല്ലേ? ബാബ പറഞ്ഞതുപോലെ ഒന്നായിട്ടുണ്ടോ, മുഴുവനായിട്ടുണ്ടോ, അത് ഇപ്പോഴും കഷ്ണം കഷ്ണമാണോ? കാരണം ബാബയായിട്ടുള്ള കരാറല്ലേ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബ പറഞ്ഞു തന്നിരിക്കുന്ന ഓരോരോ പോയിൻ്റ് മനസ്സിൽ വയ്ക്കുക, അതിനെ സ്വയമിൽ തന്നെ ചെക്ക് ചെയ്യുക, എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് അതൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. കാരണം സമ്പാദ്യം ഉണ്ടാക്കാനും ധനവാനായി മാറാനുള്ള ഏക സമയമാണ് സംഗമയുഗം. എത്രമാത്രം എന്നെ സഫലമാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ബാബയിൽ നിന്ന് നേടിയ ഖജനാവിനെ സഫലമാക്കണം. അച്ഛാ, ഓം ശാന്തി. ഇന്നലത്തെ മുരളി ക്വിസിൻ്റെ റിസൾട്ട് എല്ലാവർക്കും അവരവരുടെ മൊബൈലിൽ തന്നെ ഇന്ന് കിട്ടും.
അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം. ശാന്തി. മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി മക്കൾ തൻ ദുഃഖമകറ്റാൻ വന്നല്ലോ പരമപിതാവ് പരമപവിത്രമാം സംഗമത്തിൽ. ജ്ഞാനരത്നങ്ങൾ ദിനവും ഒന്നൊന്നായി നൽകിടുന്ന ജ്ഞാനേശ്വരനായൻ പരമേശ്വര. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി. അജ്ഞത തൻ കൂരിരുട്ടിൽ വഴി കാണാതെ ഉഴലും നേരം. അജ്ഞത തൻ കൂരിരുട്ടിൽ വഴി കാണാതെ ഉഴലും നേരം. കൈപിടിച്ചു നടത്തിയ സദ്ഗുരുവേ, ദേഹമതല്ല ഞാനും ദേഹിയാണെന്ന സത്യം ബുദ്ധിയിൽ നിറച്ച എൻ സദ്ഗുരുവേ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. ഇച്ഛയെല്ലാം അകറ്റി സ്വച്ഛ മനസ്സിനാലെ അച്ഛനെ സ്മരിച്ചാൽ നിശ്ചയം ജീവൻ മുക്തി. ഇച്ഛയെല്ലാം അകറ്റി സ്വച്ഛ മനസ്സിനാലെ അച്ഛനെ സ്മരിച്ചാൽ നിശ്ചയം ജീവൻ മുക്തി. സത്യമാം പരമധാമം ചേരുവാൻ നേരമായി സ്മരണ ചെയ്തിടണം നാം പരംപിതനെ. സ്മരണ ചെയ്തിടണം നാം പരംപിതനെ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി മക്കൾ തൻ ദുഃഖമകറ്റാൻ വന്നല്ലോ പരമപിതാവ് പരമപവിത്രമാം സംഗമത്തിൽ. പരമപവിത്രമാം സംഗമത്തിൽ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി.